പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത് UP-യിൽ നിന്ന്. ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ UP എന്ന ദേശം ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉള്ള ദൈവമക്കൾ കടന്നു പോകുന്നത് വളരെ പ്രയാസത്തോടും പ്രതികൂലങ്ങളോടുമാണല്ലോ. അപ്പം ആ ദേശത്ത് കുറേ വർഷങ്ങളായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസിയാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസി നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ജെസ്സി, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? അതെ, സന്തോഷമായിരിക്കുന്നു. UP-യിലൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണല്ലോ ദൈവമക്കൾക്കുള്ളത്. അപ്പം കർത്താവ് അവിടെ നിങ്ങളെ പരിപാലിക്കുന്നല്ലോ. ഈ നാളുകളിൽ നിങ്ങളും കടന്നു പോകുന്ന അവസ്ഥകളെ ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, വിടുവിക്കട്ടെ. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ള സമയമാണല്ലോ. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. അടിയങ്ങൾ അങ്ങോട്ട് പാദപീഠത്തിലായിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങോട്ട് സാന്നിധ്യം ഞങ്ങളോടുള്ളതിനാൽ നന്ദി കർത്താവേ. സ്തോത്രം. അപ്പോൾ അങ്ങോട്ട് ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. നാവോടും വായോടും അങ്ങ് കൂടെ ഇരിക്കണമേ. അങ്ങ് നടത്തിയതായ വഴികളെ സംസാരിപ്പാൻ, അങ്ങയുടെ മഹത്വം ഘോഷിപ്പാൻ കർത്താവിൻ്റെ ദാസ്യെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കിഴിവിക്കാർക്കൊരു അനുഗ്രഹമായി തീരട്ടെ, ഒരു പുതുജീവനായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥാനത്തിനുള്ള ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓക്കെ ഓക്കെ ജെസ്സി, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള അവസരം ഞാൻ ജെസ്സിക്ക് നൽകി തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടി വിയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടി വിയിലെ എല്ലാ പ്രവർത്തകർക്കും, വിശേഷാൽ സിസ്റ്റർ റേച്ചൽ മാത്യുവിനോടുമുള്ള നന്ദി പ്രാരംഭ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങൾ അത് പ്രേക്ഷകരോടൊത്ത്, ജോയ്സ് ടി വിയോടൊത്ത് പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ പേര് ജെസ്സി. ഞാൻ ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്വദേശം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പപ്പായുടെ പേര് ജോണി, അമ്മയുടെ പേര് സിൽവി. എനിക്ക് 2 സഹോദരിമാരുണ്ട്, ജിൻസി, ബിൻസി. അവരെല്ലാം കേരളത്തിൽ സന്തോഷമായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ സാമുവൽ രാജ്. 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി, ജോഹാൻ, ജോവാൻ. അവരും UP-യിൽ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. എൻ്റെ പപ്പായുടെ കുഞ്ഞുനാളിൽ പപ്പായ്ക്ക് വന്ന ഒരു അസുഖം മുഖാന്തരം, ഒത്തിരി ചികിത്സിച്ചിട്ടും അത് സൗഖ്യമാകാതെ വന്നത് മുഖാന്തരം അവർ ചർച്ചിൽ പോവുകയും പ്രാർത്ഥിക്കുകയും, അങ്ങനെ മദ്യപാനിയായിരുന്ന പപ്പായുടെ പപ്പ, എൻ്റെ പപ്പായുടെ വിടുതൽ കാരണം അപ്പച്ചനും അമ്മച്ചിയും വിശ്വാസത്തിൽ വരികയും, അപ്പൊ പപ്പയുടെ കുഞ്ഞുനാൾ മുതൽ അവരും ദൈവവിശ്വാസത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാനും, അങ്ങനെ ഞങ്ങൾ ജനിക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജീവിക്കുവാനും വളരുവാനും, ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂൾ പഠിക്കുവാനും, രക്ഷിക്കപ്പെടുവാനും, സ്നാനപ്പെടുവാനും, അഭിഷേകം പ്രാപിക്കുവാനും, ദൈവകൃപയിൽ വളരുവാനുമുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. എൻ്റെ ബാല്യകാലം ഞാൻ നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ആ വിദ്യാഭ്യാസ സമയവും എല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവ വേലയോടുള്ള ആ ഒരു താല്പര്യത്തോടെ വളരുവാൻ ദൈവം എന്നെയും സഹായിച്ചു. ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് കണ്ണറവിള ചർച്ചിലെ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും വീട്ടിലോട്ട് 3 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും ഒരു ആരാധനയും മുടക്കാതെ എല്ലാ ആരാധനയ്ക്കും, ആ സമയങ്ങളിൽ വാഹനങ്ങളൊന്നുമില്ല, നടന്നു തന്നെ പോകുവാനും അതൊക്കെ വീട്ടുകാർ പ്രത്യേകം ഉത്സാഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ 3 പെൺമക്കളാണുള്ളത്. ഞാൻ മൂത്തയാളാണ്. അപ്പോൾ 8:30 സൺഡേ സ്കൂൾ ആണെങ്കിൽ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ നടന്നാൽ മാത്രമേ ചർച്ചിൽ എത്തുമായിരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും ആദ്യം എത്തുന്നത് ഞങ്ങൾ 3 പേരുമായിരിക്കും. അത്രയും നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി വിടുന്ന
നല്ല ഒരു പാരന്റ്സിന്റെ ശിക്ഷണത്തിൽ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ആദ്യം ചർച്ചിൽ എത്തിയാലും ഏറ്റവും അവസാനം പായെല്ലാം മടക്കി ചർച്ചെല്ലാം ക്ലീൻ ചെയ്ത് ഏറ്റവും അവസാനം ഇറങ്ങുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ ചർച്ചുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ മറ്റു വഴിതെറ്റുന്നതോ മറ്റു ജീവിതത്തിലേക്കൊന്നും പോകാതെ ആ ഒരു ദൈവഭക്തിയിൽ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സഭയും സൺഡേ സ്കൂൾ അധ്യാപകരും അതുപോലെ ഞങ്ങളുടെ പാരന്റ്സിന്റെയും പ്രാർത്ഥനയും അവരുടെ ശിക്ഷണവും എല്ലാം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ 12ാം വയസ്സിൽ പഠിക്കുമ്പോൾ ഒരു മീറ്റിംഗിൽ വെച്ച് ഉത്തര ഭാരതത്തെക്കുറിച്ചും ഉത്തര ഭാരതത്തിന്റെ സുശേഷീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുവാനും അത് എന്നെ വളരെയധികം ടച്ച് ചെയ്യുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. യേശു എന്ന് ഒരു പ്രാവശ്യം പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം ജനത ഉണ്ട് എന്ന ആ ഒരു അറിവ് എൻ്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പൊ ഞാൻ അന്ന് എന്നെ തന്നെ സമർപ്പിച്ചു, കർത്താവെ അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ എന്നെ അയക്കണമേ, പൂർണ്ണ സമയം ആ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് 12ാമത്തെ വയസ്സിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ എങ്ങനെ പോകണമെന്നോ ഉത്തര ഭാരതം എവിടെയാണെന്നോ അതൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല എങ്കിലും അവിടെ വുമൻസിന്റെ കുറച്ച് ആന്റിമാരെ എനിക്കറിയാം. അവരെല്ലാ മാസവും ട്രാക്ട് കൊടുക്കാൻ പോകും, വീടുകൾ കയറി പ്രാർത്ഥിക്കും, വർഷത്തിൽ ഒരു പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ പോകും, വിസിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതായിരുന്നു, ആന്റിമാരോട് ഒരുമിച്ച് പോകണം, നോർത്തിൽ പോയി അവരോടൊപ്പം വർക്ക് ചെയ്യണം. ആ ഒരു ആഗ്രഹം മാത്രമേ അപ്പോഴുള്ളൂ. അത്രയും ചിന്തിക്കേണ്ട പ്രായമേ ആ 12ാം വയസ്സിലുള്ളൂ. പക്ഷേ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തു, എന്നെ അങ്ങ് അയക്കുവാണെങ്കിൽ പൂർണ്ണ സമയം ഞാൻ ഉത്തര ഭാരതത്തിൽ പോയി കർത്താവിന്റെ വേല ചെയ്യും. യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരുടെ അടുത്ത് ഞാൻ പോയി യേശുവിനെ കുറിച്ച് പറയും എന്ന് എൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് ഞാൻ തീരുമാനമെടുത്തു. അപ്പോ ആ സമയത്ത് തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ പാരന്റ്സിന്റെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ മീറ്റിംഗിൽ ഇങ്ങനെ ആയിരുന്നു പ്രസംഗിച്ചത്, അപ്പൊ ഞാനും നോർത്ത് ഇന്ത്യയിൽ പോകുമെന്ന് പറഞ്ഞപ്പോ പപ്പായും മമ്മിയും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. കാരണം എൻ്റെ പപ്പായും ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ട്, മമ്മിയും ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മിനിസ്ട്രിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങളുടെ മക്കളിലൂടെ ദൈവം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ ആഗ്രഹത്തെ അവർ ഒരിക്കലും അതിനെ കെടുത്തി കളഞ്ഞില്ല. എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ചർച്ചിലെ പാസ്റ്റർ, ഞാൻ അവരുടെ അടുത്തെല്ലാം നല്ല ഓപ്പൺ ആയിരുന്നു. ചർച്ചുമായിട്ട് ഇത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ആരും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വളർന്നു വരുംതോറും ആ ഒരു ഉത്തര ഭാരതം എന്നൊരാഗ്രഹം എന്നിൽ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് AGയുടെ പാഠ്യ പദ്ധതിയിൽ സീനിയർ ക്ലാസ്സിൽ 20 ചാപ്റ്റർ മിഷണറിമാരെ കുറിച്ചാണ് ഞങ്ങൾക്കുള്ളത്. മിഷണറിമാരെ കുറിച്ചും മിഷന്റെ ആവശ്യകതയെക്കുറിച്ചും മിഷണറി ദൗത്യത്തെക്കുറിച്ചും ഒക്കെ 20 ചാപ്റ്റർ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 20 ചാപ്റ്ററിലും 20 മിഷണറിമാരെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഈ 16-17 വയസ്സിലൊക്കെ 20 മിഷണറിമാരെ കുറിച്ചും പഠിക്കുമ്പോൾ ഈ ഓരോ മിഷണറിമാരും എൻ്റെ മനസ്സിൽ ആവേശം കൊള്ളിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവര് സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, അമേരിക്ക പോലുള്ള നല്ല രാജ്യത്ത് ജനിച്ചു വളർന്ന് നല്ല സുഖ സൗകര്യങ്ങളോടെ ജീവിക്കാമായിരുന്ന ഓരോ മിഷണറിമാരും അവരുടെ യൗവനത്തില് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം അവർ സമർപ്പിച്ചു. ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ കടന്നു വരികയും അവരുടെ ജീവിതം, അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാം മറ്റു രാജ്യത്തിന് വേണ്ടി അവർ സമർപ്പിക്കുകയും ചെയ്തു. ഈ ഓരോ പാഠങ്ങളും എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ മിഷണറി ആയിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റനെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹം സ്കോട്ട്ലൻഡിൽ ജനിച്ചു വളർന്നിട്ടും തന്റെ ജീവിതം ആഫ്രിക്കയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു പുരുഷായുസ് മുഴുവൻ താൻ ആഫ്രിക്കയ്ക്ക് വേണ്ടി ജീവിച്ചു. താൻ മരിക്കുമ്പോൾ തന്റെ ഹൃദയം ആഫ്രിക്കയിൽ സംസ്കരിക്കുകയും തന്റെ ശരീരം 1000 മൈൽ അപ്പുറം ഇംഗ്ലണ്ടിൽ സംസ്കരിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. മറ്റു രാജ്യത്തിൽ നമ്മുടെ ഭാഷയല്ല, നമ്മുടെ കാലാവസ്ഥയല്ല, നമ്മുടെ കൾച്ചറല്ല, നമ്മുടെ ഭക്ഷണ രീതികളല്ല, എല്ലാം വ്യത്യസ്തമായിരുന്നിട്ടും അവരുടെ ജീവിതം അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു, ഒരു ജനതയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. ഇതൊക്കെ എന്നെ വളരെയധികം ആവേശം കൊള്ളിപ്പിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു, എന്തായാലും എനിക്കും കടന്നു പോകണം. നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് സഞ്ചരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ തന്നെയാണ്. എന്നാൽ അവരെല്ലാം എത്രയോ അപ്പുറത്ത് നിന്ന് എത്രയോ സുഖ സൗകര്യങ്ങൾ വിട്ട് നമ്മുടെ ദേശത്തേക്ക് കടന്നു വന്നു. അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ തന്നെ PG വർഗീസ്
അങ്കിളിന്റെ കട്രായിൽ നിന്നൊരു അഗ്നിജ്വാല എന്ന പുസ്തകവും ഹിമാലയ സാനുക്കൾ എന്ന പുസ്തകവും ഒക്കെ ഞാൻ ഒത്തിരി തവണ വായിച്ചു. എന്റെ ആ ഒരു ഡിഗ്രി വിദ്യാഭ്യാസ സമയത്തും +2 സമയത്തും ഒക്കെ ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ എത്ര തവണ വായിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഓരോ സംഭവങ്ങളും, അവർ അവിടെ കടന്നുപോയ സാഹചര്യം, കട്രായിൽ വേല തുടങ്ങിയത്, അവിടെ അനുഭവിച്ച പീഡകൾ, അതെല്ലാം എന്നെ ഒരു തരത്തിൽ നിരാശപ്പെടുത്തിയില്ല. അവർ അത്രയും പീഡ സഹിച്ചുവെങ്കിലും കഷ്ടത അനുഭവിച്ചുവെങ്കിലും ഒരു കൂട്ടം ജനതയെ നേടുവാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോ ഞാനും കരുതി PG വർഗീസ് അങ്കിൾ പോയതുപോലെ ഞാനും പോകും. കഷ്ടതയാണെങ്കിലും പട്ടിണിയാണെങ്കിലും എനിക്ക് യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരുടെ അടുത്ത് പോയി യേശുവിനെ കുറിച്ച് പറയണം. ആ ഒരു ആഗ്രഹം എന്നെ ഭരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ വലുതാവും തോറും മനസ്സിലായി തുടങ്ങി, അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ, ഒരു മിഷണറി വിവാഹം കഴിച്ചാൽ അവിടെ പോവുക എളുപ്പമാണ്. ആന്റിമാരോട് കൂടെ പോയാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഞാൻ വളർന്നു വരുംതോറും എനിക്കത് മനസ്സിലായി, അങ്ങനെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അതിന്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ വിവാഹാലോചനയുടെ സമയം വന്നപ്പോഴത്തേക്കും, അതിന് മുന്നേ വിദ്യാഭ്യാസ സമയം വന്നപ്പോഴത്തേക്കും ഒത്തിരി അവരെന്നെ വീട്ടുകാരെന്നെ നിർബന്ധിച്ചു മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുവാൻ വേണ്ടി, നഴ്സിങ്ങോ BEd അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അപ്പോഴും ഉറച്ചു നിന്നു. ഞാൻ പപ്പയുടെയും മമ്മിയുടെയും ആഗ്രഹത്തിന് ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷെ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും ജോലിക്ക് പോകുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ തീരുമാനം, ഞാൻ പൂർണ്ണ സമയം ഉത്തര ഭാരതത്തിൽ പോകും എന്ന് അവരോട് പറയുകയും അവർ പിന്നെ എന്നെ നിർബന്ധിച്ചില്ല. അങ്ങനെ ഞാൻ BA ഇംഗ്ലീഷ് പഠിക്കുവാൻ പോയി. ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി വിവാഹാലോചനകൾ വന്ന സമയത്തും എന്നോട് അവർ പിന്നെയും ചോദിക്കുവാൻ തുടങ്ങി, നാട്ടിൽ പ്രവർത്തനം ചെയ്താൽ പോരെ, നാട്ടിലെ പാസ്റ്റേഴ്സിനെ അന്വേഷിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്റെ തീരുമാനം ഇതാണ് എന്ന് പറയുകയും അങ്ങനെ വിവാഹാലോചനകൾ ആലോചിക്കുകയും, അങ്ങനെ 3 വർഷം ഉത്തർപ്രദേശിൽ വേല ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർ സാമുവൽ രാജുമായിട്ടുള്ള വിവാഹം 2015 നടക്കുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം വളരെ ഒരു കുഞ്ഞു മനസ്സിൽ ദൈവം ഇട്ട ഒരു ആഗ്രഹം, ആ ഒരു സമർപ്പണം, അത് ഒത്തിരി വർഷങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പ്രാർത്ഥിക്കേണ്ടി വന്നു. ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് ചോദിക്കും എന്താകണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്കൊരു മിഷണറി ആകണമെന്ന്. പലപ്പോഴും പല ടീച്ചേഴ്സും ഉപദേശിച്ചിട്ടുണ്ട്, ഇല്ല അതിനപ്പുറം ഒരു ഭാവി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു ദൈവവും പാസ്റ്റേഴ്സും ചർച്ചിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും അവരുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനയും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഒക്കെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിച്ചു. ഒരിക്കലും നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. ഹല്ലേലൂയ. നടത്തിയതല്ല, ദൈവം ഇന്നോളം നടത്തിയതാണ്. ദൈവത്തിന്റെ എല്ലാ ആ ഒരു കരുതലിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ 2015 സെപ്റ്റംബറിൽ വിവാഹം നടക്കുകയും 2015 ഒക്ടോബറിൽ ഈ UP കടന്നു വരുവാനും ദൈവം സഹായിച്ചു. 1 മാസത്തോളം നാട്ടിൽ നിന്ന ശേഷം UP കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. വിവാഹാലോചനകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചായിരുന്നു. കാരണം പപ്പയും മമ്മിയും ബൈബിൾ കോളേജ് പഠിച്ചിട്ട് അവർ രണ്ടുപേരും മിനിസ്ട്രിക്ക് ഇറങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈബിൾ കോളേജ് പഠിച്ചു നിൽക്കുന്നവർ എനിക്ക് വേണ്ട, 1-2 വർഷമെങ്കിലും പ്രവർത്തിച്ചിട്ട് നോർത്തിൽ വർക്ക് ചെയ്തവരോട് മാത്രമേ വിവാഹത്തിൽ താല്പര്യമുള്ളൂ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നാലും ദൈവം എല്ലാം അത്ഭുതമായി പ്രവർത്തിച്ചു. 3 വർഷം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കർത്താവിന്റെ ദാസനുമായിട്ട് വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. എന്നെക്കാൾ ഒരുപടി കൂടെ എത്രയോ മടങ്ങ് ആ ഒരു ആത്മദർശനമുള്ള, ഞാൻ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം ഞങ്ങളുടെ വിഷൻ, ഞങ്ങളുടെ ദർശനം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം യുണീക്ക് ആയിരുന്നു. ദൈവം കരുതുന്ന വിധങ്ങൾ അത് വളരെ വലുതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒക്ടോബറിൽ ഇവിടെ കടന്നു വന്നു. 2 ഭവനത്തിലെയും പാരന്റ്സ് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ ഞങ്ങളെ UP കൊണ്ടുവന്നു. 1-2 ദിവസം അവർ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. അതുവരെ 22 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷം, ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഭാഷ, സംസ്കാരം എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിയതുപോലെ തോന്നി. എന്നാൽ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, തീരുമാനമായിരുന്നു, ഞാൻ ഇത്രയും ദൂരം പോയാലും ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. കാരണം ഒരു വ്യക്തി എത്രയോ ആഗ്രഹിച്ചാണ് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഡോക്ടർ ആണെങ്കിലും എത്രയും ആഗ്രഹിച്ചാണ് ആ ഒരു ജോലി കിട്ടുന്നത്. അപ്പൊ ഞാൻ 10 വർഷം, എന്റെ 12ാമത്തെ വയസ്സ് മുതൽ 22ാമത്തെ വയസ്സ് വരെ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റെ അടുത്ത് ആരും ദൂത് പറഞ്ഞിട്ടില്ല, നീ മിഷണറി ആകുമെന്നോ നീ പോകുമെന്നോ ഒന്നും ദൂത് പറഞ്ഞിട്ടില്ല. അപ്പോ എനിക്ക് അതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് പോകാൻ പറ്റുമോ? കാരണം എന്റെ ആഗ്രഹമാണ്, എന്റെ തീരുമാനമാണ്.
അപ്പോ ഞാൻ ഭയങ്കര കൺഫ്യൂഷനില്ല. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങ് എന്നെ അയക്കുവാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേല ചെയ്യും. അങ്ങനെ 10 വർഷത്തെ പ്രാർത്ഥനയും കാത്തിരിപ്പിന്റെയും ശേഷമാണ് ഞാൻ UP-യിൽ എത്തിയത്. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഇല്ല, ഇത്രയും ഞാൻ കാത്തിരുന്ന് കിട്ടിയ ഒരു ഭാഗ്യമാണ് എനിക്ക് UP-യിൽ വരുവാൻ കഴിഞ്ഞത്, ഒരു നോർത്ത് ഇന്ത്യയിൽ വരുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിഷമമുണ്ടെങ്കിലും ആരുടെയും മുന്നിൽ ഞാൻ കരഞ്ഞില്ല. അവരെല്ലാം പോയിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയച്ച് തിരിച്ച് മറ്റൊരു പാസ്റ്റർ ഭവനത്തിലാണ് ഞങ്ങൾക്ക് തങ്ങേണ്ടിയിരുന്നത്. അവിടെ വന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി ഭയങ്കരമായിട്ട് കരയുവാൻ തക്കോണം ഇടയായി തീർന്നു. കാരണം അതുവരെയുള്ള, പിന്നെ പപ്പയും മമ്മിയും കൂടെ ഇല്ല, സഹോദരങ്ങൾ കൂടെ ഇല്ല, മറ്റു പലരാണ്, അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഒരു സമയത്തും കഴിഞ്ഞ 10 വർഷവും വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ പോയി വരുമ്പോഴും ഒരിക്കലും ഞാൻ വിഷമ മുഖത്ത് കാണിക്കാറില്ല. അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഞാൻ വരാറുണ്ട്. കാരണം ആ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നു, ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മെ സകലത്തിലും ദൈവം മതിയായവനാണ്. നമ്മെ വഴി നടത്തുവാൻ ദൈവം സർവശക്തനാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. UP-യിൽ വന്നു 2 ദിവസത്തിന് ശേഷം പിന്നെ ഞങ്ങളുടെ ആ ഗ്രാമപ്രദേശത്തേക്ക് ഞങ്ങൾ വരുവാൻ ഇടയായി തീർന്നു. വന്നപ്പോഴുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ചതുപോലെയുള്ള സാഹചര്യങ്ങളല്ല. ഒരു ഒറ്റമുറി ആണ് ഉണ്ടായിരുന്നത്. ആ റൂമിൽ തന്നെയാണ് ഞങ്ങളുടെ കിച്ചൺ, അത് തന്നെയായിരുന്നു ബെഡ്റൂം, അത് തന്നെയായിരുന്നു ലിവിംഗ് റൂം, എല്ലാം ഒറ്റ റൂം തന്നെയായിരുന്നു. ഒരു കട്ടിലുണ്ട്, പിന്നെ ഒരു ഗ്യാസ് കുറ്റിയുണ്ട്. ആ ഗ്യാസ് കുറ്റിയുടെ ഒരു സൈഡിലും ഗ്യാസ് കുറ്റിയും ഒരു സൈഡിൽ ചുടുകല്ല് അടുക്കി വെച്ചിട്ട് സ്റ്റൗ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി. ആദ്യ കാലങ്ങളിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്തിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടിരിക്കും, കാരണം എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. പിന്നെ താഴെ വെക്കും, കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഭവനത്തില് 8 വീട്ടുകാർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഞങ്ങൾ കൂട്ടി 8 വീട്ടുകാർ. അപ്പോ പുറത്ത് തുറക്കാൻ പറ്റത്തില്ല, റോഡാണ്. ഫ്രണ്ട് ഡോറ് പുറത്ത് റോഡാണ്, അപ്പൊ അത് തുറക്കത്തില്ല. പുറകു വശം തുറക്കുമ്പോൾ 8 വീട്ടുകാർക്കും കൂടി ഒരൊറ്റ മുറ്റമാണ്. ഒരൊറ്റ മുറ്റം, ഒരൊറ്റ ടോയ്ലറ്റ്, ഒരൊറ്റ ബാത്റൂം, പാത്രം കഴുകുന്നതെല്ലാം ഒറ്റ സ്ഥലം, ഹാൻഡ് പമ്പ് ഉണ്ട്, ഒരൊറ്റ ഹാൻഡ് പമ്പ് ഉണ്ട്. അവിടെ എല്ലാവരും 8 വീട്ടുകാരും വന്നിരുന്ന് ഒരുമിച്ച് കഴുകും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യ നാളുകളിൽ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അറിയത്തില്ല. ഹിന്ദിയിലെ പേരെന്തുവാന്ന് ചോദിച്ചാൽ അറിയാം, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ഞങ്ങളെ നിലനിർത്തി. ഹിന്ദിയുമല്ല, ഗ്രാമത്തിലെ ഭോജ്പുരി എന്ന് പറയുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അത് പിന്നെയും മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ ആളുകൾ ചോദിക്കും, എന്താ സിന്ദൂരം ഇടാത്തെ, എന്താ മാല ഇടാത്തെ, എന്താ കമ്മലിടാത്തെ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളാ. അപ്പോ അതൊന്നും മറുപടി പറയാൻ അറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും ദൈവം എല്ലാ സാഹചര്യങ്ങളെയും പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇവിടെയുള്ളവർ വിവാഹം കഴിഞ്ഞാൽ സാരി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ ഒത്തിരി മാറി. 10 വർഷം മുന്നേ ഞാൻ വന്നപ്പോഴത്തേക്കും ഗ്രാമങ്ങളിൽ സാരി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ മുഖം മൊത്തം അവർ സാരി കൊണ്ട് മൂടും, അവരുടെ മുഖം പിന്നെ പുറത്ത് അവർ കാണിക്കാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളും പിന്നെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും ഇതുവരെയെങ്കിലും ഷോളൊക്കെ മൂടി അങ്ങനെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു മലയാളിയെ കാണണമെങ്കിൽ 70 കിലോമീറ്റർ പോകണം. ഒരു ഫാമിലിയെ കാണണമെങ്കിൽ, മറ്റൊരു മലയാളിയെ കാണണമെങ്കിൽ 100 കിലോമീറ്റർ പോകണം. അപ്പൊ അതൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ സാധ്യമാണ്. പക്ഷെ ഈ സമയങ്ങളിലെല്ലാം ആരോട് സംസാരിക്കാൻ ഇല്ല, സംസാരിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പോ ഈ സമയത്തിലെല്ലാം ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നെ ബലപ്പെടുത്തി. ഭാഷ ഒരു തടസ്സമായില്ല, ഭാഷയെല്ലാം ദൈവം പഠിപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ പറയുവാണെങ്കിലും ചൂട് സമയത്ത് അതികഠിനമായ ചൂടും തണുപ്പ് സമയത്ത് അതികഠിനമായ തണുപ്പുമാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ ഒരു ദിവസം 6 മണിക്കൂർ മാത്രമേ കറണ്ട് കിട്ടത്തുള്ളായിരുന്നുള്ളൂ. അപ്പൊ ആ സമയം ചൂട് സമയത്തൊക്കെ ബെഡ്ഷീറ്റൊക്കെ നനച്ചിട്ട് ആ വെള്ളത്തോടെ പുതയ്ക്കുമായിരുന്നു. 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് പിന്നെയും ബെഡ്ഷീറ്റ് ഉണങ്ങും, പിന്നെയും എഴുന്നേറ്റ് അത് നനച്ച് കിടന്നുറങ്ങുന്ന ഒത്തിരി രാത്രികൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ വഴി നടത്തി. ഒരു സമയത്തും പിന്നോട്ട് പോകുവാൻ
അങ്ങനെ ചിന്തിക്കുവാൻ പോലും ദൈവം അനുവദിച്ചില്ല. കാരണം ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഹിമാലയ സാനുക്കൾ, കട്രായിൽ നിന്നൊരു അഗ്നിജ്വാല. അതിലൊക്കെ PG വർഗീസ് അങ്കിൾ അനുഭവിച്ച ഒത്തിരി കഷ്ടതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു റൂമിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്നു, 2 ദിവസം കഴിഞ്ഞ് മറ്റൊരു റൂം എടുക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. അവർ അനുഭവിച്ച അനുഭവങ്ങൾ, ടോയ്ലറ്റ് ഇല്ലാത്ത അവസ്ഥ, കുളിമുറി ഇല്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാത്ത അവസ്ഥ, അതെല്ലാം ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ആ സമയത്തും എന്റെ തീരുമാനം, കർത്താവേ എന്നെ അയക്കണമേ, കഷ്ടതയാണെങ്കിലും യേശു ആരെന്ന് അറിയാത്തവരടുത്ത് യേശു ഉണ്ട് എന്ന് പറയുവാൻ്റെ ആ ഒരു അവസരം എനിക്ക് തരണമേ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കഷ്ടതകളും ഒന്നും സാരം ആക്കി, അതൊന്നും എന്നെ അപ്പോൾ എനിക്കത് ഫീൽ പോലും ചെയ്തില്ല. പിന്നീട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് ഇപ്പോൾ വളരെ ആശ്ചര്യത്തോടെ അതിപ്പോ നോക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ കുളിമുറിയുടെ സൗകര്യമാണെങ്കിലും ഡോറില്ല, മേൽക്കൂരയില്ല. അപ്പോൾ ടെറസിൽ നിന്നാൽ കുളിക്കുന്നതെല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ ആ സമയത്തെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടി ആദ്യ കാലങ്ങളിൽ. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചവരല്ലല്ലോ. അപ്പൊ ഇവിടെ വന്ന് ഒത്തിരി അതൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ദൈവം ഓരോന്നായിട്ട് പഠിപ്പിച്ചെടുത്തു. ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ഈ UP കുറിച്ച് പറയുവാണെങ്കിൽ 26 കോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ ഒരു സ്ഥലമാണ് UP. 75 ഡിസ്ട്രിക്ട് UPയിലുണ്ട്. 97,814 ഗ്രാമങ്ങൾ UPയിലുണ്ട്. ഇന്നും യേശു ആരെന്ന് ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത ഒത്തിരി ഗ്രാമങ്ങൾ ഇന്നും UPയിലുണ്ട്. ഞാൻ UPയിൽ എത്തിയപ്പോഴത്തേക്കും ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ഗ്രാമങ്ങളിലെ ദയനീയ കാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞു. മോക്ഷം ലഭിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ജനതയെ കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അപരിഷ്കൃതരായ ഒരു കൂട്ടം ജനത്തെ കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു കൂട്ടം മിഷണറി വീരന്മാരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. തങ്ങളുടെ ജീവൻ, ഒരു പുരുഷായുസ് മുഴുവൻ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് അവർ ദൈവത്തിന് വേണ്ടി കൊടുത്ത ഒത്തിരി ദൈവഭക്തന്മാരെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഗോരഖ്പൂർ ആണ് ട്രെയിൻ ഇറങ്ങിയത്. ഇപ്പൊ ഗോരഖ്പൂരിൽ ഹിമാലയക് ഇവാഞ്ചലിക് മിഷൻ എന്ന ഒരു സംഘടനയുണ്ട്. അതിന്റെ സ്ഥാപകൻ ഡോക്ടർ PM തോമസ് ആണ്. ഡോക്ടർ PM തോമസിനെ കാണുവാൻ കഴിഞ്ഞു. അവിടെയാണ് ഞങ്ങൾ 1-2 ദിവസം തങ്ങിയത്. അപ്പൊ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒത്തിരി പ്രായമായി. അല്ല, ആ അപ്പച്ചന്റെ പ്രത്യാശ അപ്പോഴും കാശ്മീർ, ഭൂട്ടാൻ, നേപ്പാൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴും നല്ല ഓർമ്മയില്ലെങ്കിലും ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് ഇവിടെയൊക്കെ ആര് പോകും എന്നിങ്ങനെ അപ്പച്ചൻ ഈ രാജ്യങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അപ്പച്ചനെ കുറിച്ച് ഒത്തിരി കേൾക്കുവാൻ കഴിഞ്ഞു. ഹിമാചലിലും UPയിലും ഒക്കെ PG വർഗീസ് പാസ്റ്റർ രക്ഷയിലേക്ക് നടത്തിയത് ഡോക്ടർ PM തോമസ് പാസ്റ്ററാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ആ അപ്പച്ചന്റെ നിന്നൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. അവരൊക്കെ അത്രയും വാർദ്ധക്യമായിട്ടും ഓർമ്മ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും സ്വന്തം നാട്ടിൽ അവർ പോയില്ല. താൻ ഇവിടെ തന്നെ വന്നു. കർത്താവിന് വേണ്ടി തന്റെ മുഴുവൻ അവസാന ശ്വാസം വരെ, അവസാന സമയം വരെയും താൻ ഉത്തര ഭാരതത്തിന് വേണ്ടി ഇവിടെ തന്നെ നിന്ന് മരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ അതൊക്കെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. ഈ ഒരു ഏജ് ആയ സമയത്ത് തിരിച്ചു പോകാമായിരുന്നു. നല്ല കാലാവസ്ഥയും നല്ല ഭക്ഷണവും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ പോയി അവർക്ക് താമസിക്കാമായിരുന്നു. എങ്കിലും അവർ ആ ഒരു ജീവിതം സമർപ്പിച്ചു. അവരുടെ അവസാന നിമിഷം വരെ അവർ ഇവിടെ തന്നെ നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. ഇന്ന് അവരുടെ മക്കളൊക്കെ കർത്താവിന്റെ പേരിൽ അതിപ്രസിദ്ധരായി ദൈവം അവരെ ഉത്തര ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ടങ്ങളോ പ്രതിസന്ധികളോ ഒന്നും സാരമില്ല എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഈ ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 ഗോള ബജാർ എന്ന സ്ഥലത്ത് ആണ് ഈ വർക്ക് ആരംഭിച്ചത്. കർത്താവിന്റെ ദാസൻ ഇവിടെ കടന്നു വരുമ്പോൾ 3 കോണ്ടാക്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 2 സഹോദരന്മാരും 1 സഹോദരിയും. അപ്പോ ഇവിടെ വരികയും റൂം എടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു റൂം ആരാധനയ്ക്കും ഒരു റൂം താമസിക്കുവാനും വേണ്ടി എടുത്തു. അപ്പൊ എല്ലാ സൺഡേയും മറ്റു കർത്താവിന്റെ ദാസന്മാർ 70 കിലോമീറ്ററിൽ നിന്നും 100 കിലോമീറ്റർ മാറി മലയാളി പാസ്റ്റേഴ്സ് വന്ന് ആരാധന നടത്തുമായിരുന്നു വൈകിട്ട്. കാരണം കർത്താവിന്റെ ദാസന് വന്ന സമയത്ത് ഭാഷ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വന്ന് നടത്തി മടങ്ങി പോകുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ആന്റി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. അപ്പോ ആന്റി ഭയങ്കരമായിട്ട് കരയുന്നു, ഭോജ്പുരിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോ എന്റെ ഹസ്ബൻഡിന് കർത്താവിന്റെ ദാസന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ
പക്ഷെ ആന്റി എന്തോ ഭാരത്തിലാണ്, എന്തോ വിഷയത്തിലാണെന്ന് മനസ്സിലായി. അപ്പോ എന്തോ ആണെന്ന് മനസ്സിലായില്ലെങ്കിലും പ്രാർത്ഥിച്ചു, മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടെ പ്രാർത്ഥിച്ചു. ആന്റിയെ പറഞ്ഞു വിട്ടു. ആന്റി അടുത്ത സൺഡേ വൈകിട്ട് ആരാധനയ്ക്ക് പിന്നെ വന്നപ്പോൾ മറ്റു മലയാളി പാസ്റ്റർമാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആന്റി ആ പാസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ആന്റിയുടെ മകന് ഭ്രാന്തായിരുന്നുവെന്നും ഗ്രാമക്കാർ കെട്ടി ഇട്ട് ഒത്തിരി പ്രാവശ്യം അടിക്കുകയും, ഇങ്ങനെ ഭ്രാന്ത് വരുമ്പോൾ ആന്റി മന്ത്രവാദം ചെയ്യുവാൻ പോകും, മന്ത്രവാദം ചെയ്ത് 2-3 ദിവസം മകൻ ശാന്തനാകും. പക്ഷെ പിന്നെയും ഇങ്ങനെ ഈ അസുഖം മൂർച്ഛിക്കുമ്പോൾ പിന്നെയും ഇവൻ ആളുകളെ ഉപദ്രവിക്കുമ്പോൾ ആളുകൾ പിന്നെയും കെട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ മന്ത്രവാദി അന്വേഷിച്ചു പോയ ആന്റിക്ക് മന്ത്രവാദം ചെയ്യുവാൻ ഉള്ള പൈസ തികയാത്തത് കാരണം മന്ത്രവാദം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത്, കരഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് ചർച്ചിനടുത്തുള്ള ഒരു അങ്കിള് ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണ്, ഈ റൂമിലോട്ട്. അപ്പൊ ഇവിടെ വന്ന് ആന്റി കരഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ലെങ്കിലും പ്രാർത്ഥിച്ചു വിട്ടു. പക്ഷെ കഴിഞ്ഞ 13 വർഷമായി ആ മകന് പിന്നെ ഭ്രാന്ത് വന്നിട്ടില്ല. ഇന്നും കുടുംബസ്ഥനായി ഗുജറാത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ചർച്ചിലെ ഫസ്റ്റ് വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോ ഭാഷയൊന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു തടസ്സമേ അല്ല. ആ ഭ്രാന്ത് വന്ന ആ മകന്റെ സൗഖ്യ മുഖാന്തരം ആ ഗ്രാമത്തിൽ നിന്ന് ഒത്തിരി വിശ്വാസികൾ ആദ്യ കാലങ്ങളിൽ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സഭ പതിയെ വളരുവാൻ തുടങ്ങി. അപ്പൊ ആദ്യ സമയത്തിലൊക്കെ കർത്താവിന്റെ ദാസൻ ഭാഷ അറിയാത്തത് കാരണം ഓരോ സ്ഥലങ്ങളിലും നടന്നു പ്രാർത്ഥിക്കുമായിരുന്നു. യോശുവ 1:3 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ ഒരു വചനം വെച്ചിട്ട്, കാരണം ട്രാക്ട് കൊടുത്താൽ ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ യേശു ആരെന്ന് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമങ്ങളിൽ നടന്നു പോകും. അന്ന് വാഹനങ്ങൾ ഇല്ല, നടന്നു പോകും. അവിടുത്തെ ബോർഡ് നോക്കിയിട്ട് ഗ്രാമത്തിന്റെ പേര് എഴുതി വെക്കും. കുറെ ദൂരം നടന്നു പ്രാർത്ഥിക്കും. ഓട്ടോയിൽ പോയി മറ്റ് ഗ്രാമങ്ങളിൽ പോകും, പേരെഴുതി വെക്കും, ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ചുറ്റി നടന്ന് മടങ്ങി വരും. അങ്ങനെ 2-3 ആഴ്ച ചെയ്ത ഗ്രാമത്തിൽ നിന്നാണ് ഈ ആന്റി വന്നത്. അപ്പോ അത് ആ ചർച്ചിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ആന്റി വന്നത് മുഖാന്തരം, ആന്റിയുടെ മകന് സൗഖ്യം കിട്ടിയത് മുഖാന്തരം ആ ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പതിയെ ആ ഒരു റൂം 20 പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന ഒരു റൂമാണ്, 8x8 റൂം. പക്ഷെ പതിയെ ആ റൂം നിറയുവാൻ ഇടയായി തീർന്നു. നിറഞ്ഞു ചില സമയത്ത് പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുവാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ദൈവം അതിനെ മാറ്റി. അതുപോലെ തന്നെ സുതാരി എന്ന ഗ്രാമത്തില് രമേശ് എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിന് 10 വർഷം മക്കളില്ലായിരുന്നു. അങ്കിള് പഞ്ചാബിലെ ജോലിക്ക് പോയപ്പോൾ അവിടെ അവർ കുടുംബമായി ഒരു ചർച്ചിൽ കടന്നു പോവുകയും അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുകയും ആ മാസം തന്നെ അവർക്ക് ദൈവം ഒരു ആന്റി ഗർഭിണിയാവുകയും ഒരു തലമുറ ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ അവര് പഞ്ചാബിൽ നിന്ന് മടങ്ങി UP വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചർച്ചുണ്ട്, ഒരു കൂട്ടമുണ്ടെന്ന് അറിയുകയും ഇവിടേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ വിസിറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും ആ ഗ്രാമത്തിൽ നിന്നും മറ്റു പലരും ആ ഭവനത്തിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അതിലൊരു സഹോദരനായിരുന്നു അമിത് എന്ന് പറയുന്ന ഒരു സഹോദരൻ. താൻ വർഷങ്ങളായിട്ട് ചുഴലിയുടെ അസുഖത്താൽ ഭാരപ്പെട്ട ഒരു സഹോദരനായിരുന്നു. ആഴ്ചയിൽ 7-8 പ്രാവശ്യം ചുഴലി തന്നെ വരുമായിരുന്നു. എവിടെ നിൽക്കുമോ അവിടെ വീഴും. അപ്പൊ അതുകൊണ്ട് ആരും ജോലിക്ക് കൊണ്ടുപോകത്തില്ല. ഒരു സാധനം വാങ്ങാൻ കടയിൽ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. കാരണം ഇത് എപ്പോഴാണ് വരുന്നതെന്നോ അസ്വസ്ഥനാവണമെന്നോ അറിയാൻ പറ്റാത്തത് കൊണ്ട് വീട്ടുകാർ വളരെ ഭാരപ്പെട്ടു. ഒത്തിരി പൈസ ഇതിന് ചികിത്സയ്ക്കും പൂജയ്ക്കും ഒക്കെ ഒത്തിരി പൈസ ഈ മകന്റെ പുറകെ ചെലവഴിച്ചു. ഒറ്റ മകനാണ്, അത് കാരണം ഒത്തിരി അവരെ ചികിത്സിച്ചു. പക്ഷെ അതിന് സൗഖ്യമായില്ല. അങ്ങനെ ഞങ്ങൾ മറ്റ് അങ്കിളിന്റെ ഭവനത്തിൽ പോകുമ്പോഴത്തേക്കും ഈ മകനും അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ആ മകൻ അന്ന് തന്നെ ദൈവം പരിപൂർണമായ ഒരു സൗഖ്യം കൊടുത്തു. പിന്നെ 12 വർഷമായിട്ട് ഇതുവരെ ആ ചുഴലിയുടെ അസുഖം തന്നെ ബാധിച്ചിട്ടില്ല. അപ്പൊ അത് ആ ഗ്രാമത്തിൽ വളരെ ഒരു സാക്ഷ്യത്തിന് കാരണമായി. ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു മന്ത്രവാദിയായിരുന്നു രാംസുരൻ എന്ന് പറയുന്ന ഒരു അങ്കിള്. താൻ ദുർമന്ത്രവാദിയായിരുന്നു. ദുർമന്ത്രവാദം ചെയ്ത് അവസാനം താൻ ഭ്രാന്തനായി മാറിയിട്ട് അലങ്ങി നടക്കുക, ഭവനത്തിൽ വരത്തില്ല, തന്റെ ഷെയർ, തന്റെ വയല്, വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിച്ചു, ഭവനത്തിൽ അസമാധാനമായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് തന്റെ ഭവനക്കാര് പിടിച്ചു കൂട്ടിക്കൊണ്ട് ഈ പ്രയറിലേക്ക് കടന്നു വന്നു. അന്ന് തന്നെ ദൈവം തന്നെ തൊടുവാനും പരിപൂർണമായൊരു സൗഖ്യം ആ അങ്കിളിന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് ആ ഗ്രാമത്തിലെ 2ാമത്തെ അത്ഭുതമായിരുന്നു. അപ്പോ അതൊക്കെ സഭയുടെ വളർച്ചയ്ക്ക് വളരെയധികം ആക്കം കൂട്ടി. ആ ഗ്രാമത്തിൽ തന്നെയുള്ള ബുഡിയ എന്ന് പറയുന്ന ഒരു സഹോദരി 6 വർഷമായി
ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുമായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭർത്താവ് 6 വർഷമായി ഭർത്താവിനെ കണ്ടിട്ടില്ല, തന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടില്ല, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് താൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, 6 വർഷമായിട്ട് എന്റെ ഭർത്താവ് എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കടന്നുപോയി. ഭവനത്തിൽ എത്തിയപ്പോഴത്തേക്കും 6 വർഷത്തിന് ശേഷം അന്ന് ആദ്യമായിട്ട് ഭർത്താവിന്റെ ഫോൺ കോൾ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഈ 3 സംഭവങ്ങൾ ആ ഗ്രാമത്തില് വളരെ ഈ സഭയ്ക്കൊരു സാക്ഷ്യമായി. യേശു ആരെന്നറിയാത്ത ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലേക്ക്, കാരണം ചുഴലി വന്ന ഒരു മകൻ സൗഖ്യമായി, മന്ത്രവാദിയായിരുന്നു, ഭ്രാന്ത് പിടിച്ച് അലങ്ങി നടന്ന മനുഷ്യൻ സൗഖ്യമായി, ഈ സഹോദരിയുടെ കുടുംബം ശരിയായി. അപ്പോ ഇത് ആ ഗ്രാമത്തിൽ ഒരു ബ്രാഞ്ച് വർക്ക് തുടങ്ങുവാൻ കാരണമായി. അവിടെ എന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ സഭയുടെ ആരംഭ കാലങ്ങളിൽ വലിയ ദൈവിക പ്രവൃത്തി എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഗ്രാമത്തിൽ 8 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ നടക്കത്തില്ല, സംസാരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ തുപ്പലൊക്കെ ഒലിപ്പിച്ച് വല്ലാത്തൊരു അസ്വസ്ഥനായിരുന്നു. ഒരു കാല് ചെറുതും ഒരു കാല് വലുതും, രണ്ട് നീള വ്യത്യാസമുണ്ട്, അപ്പൊ നടക്കാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു മകൻ ചർച്ചിൽ വന്നു. ആദ്യ 2-3 ആഴ്ചകൾ അവൻ എടുത്തുകൊണ്ടാണ് വന്നത്, കാരണം നടക്കാൻ കഴിയത്തില്ല. പക്ഷെ 2-3 ആഴ്ചക്ക് ശേഷം അവന്റെ ആ തുപ്പലൊലിക്കുന്ന അനുഭവങ്ങൾ മാറി, ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി, ഒരാൾ കൈ കൊടുക്കുവാണെങ്കിൽ നടന്നു തുടങ്ങി. അങ്ങനെ അത് മറ്റൊരു ഗ്രാമത്തില് ബ്രാഞ്ച് വർക്കിന് കാരണമായി മാറി. കാരണം ആ 8 വർഷം അവൻ ജീവിച്ച സാഹചര്യം ആ ഗ്രാമത്തിൽ അറിയാം. അവൻ നടക്കത്തില്ല, സംസാരിക്കത്തില്ല, അനുഭവങ്ങൾ കണ്ട ആൾക്കാർ. പക്ഷെ ഇവിടെ വന്നത് മുഖാന്തരം അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കാരണം അത് അവരുടെ ജീവിതത്തിലും അനേകർ യേശുവിനെ അറിയുവാനും അത് കാരണമായി മാറി. ഇതൊക്കെ ചർച്ചിന്റെ വളർച്ചയ്ക്കും കാരണമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും ഈ ഞങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി മാറി. മറ്റൊരു ഗ്രാമത്തിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ജീത് നാരായൺ എന്ന പേര്. അങ്കിളിന്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞിട്ട് അവിടെ പൊട്ടും, വ്രണങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അങ്കിളിന് സുഖം വന്നില്ല. ഒരുപാട് പൈസ അതിന് ചെലവാക്കി. പക്ഷെ തന്റെ ബന്ധു മുഖാന്തരം ഇവിടെ ഒരു പ്രെയർ ഉണ്ടെന്ന് അറിയുകയും 40 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വരികയും താൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 40 കിലോമീറ്റർ മാറി മറ്റൊരു വർക്ക് തുടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ഈ ഓരോ രോഗസൗഖ്യവും യേശു അവരുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അത് ആ ദേശത്തിന്റെ ഒരു വിടുതലിന് കാരണമായി മാറി. ഈ ഓരോ രോഗസൗഖ്യവും ആ ഗ്രാമത്തിൽ പുതിയ പുതിയ ഓപ്പണിങ്ങിന് കാരണമായി മാറി. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ പല ബ്രാഞ്ച് വർക്കുകളും പലയിടത്തും സ്റ്റാർട്ട് ചെയ്യുവാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാരണമായി മാറി. ഞങ്ങളുടെ ഫസ്റ്റ് സ്നാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ശീതൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ വിശ്വാസിയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. താൻ യേശുവിനെ അറിഞ്ഞു, പക്ഷെ താൻ സ്കൂളിൽ പോയും യേശുവിനെ കുറിച്ച് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടി, എന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടെന്ന് സ്കൂളിൽ പറയുകയും 3 കുട്ടികൾ ചർച്ചിൽ വരികയും ചെയ്തു. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഞങ്ങളുടെ ചർച്ചിൽ വന്നു. അതിൽ ഒരു ആൺകുട്ടി പൂജാരിയുടെ മകനായിരുന്നു. അപ്പോ അവന് ഭയങ്കര വിശ്വാസം വന്നു. അപ്പോ അവൻ പിന്നെ ബൈബിളൊക്കെ വാങ്ങിച്ചിട്ട് പോയി വായിക്കുകയും രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. പതിയെ അവന്റെ ഭവനത്തിലുള്ളവർ വന്നു തുടങ്ങി. അപ്പോ അവന്റെ പിതാവ് ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ ആയി. അവനായിരുന്നു ഞങ്ങളുടെ സഭയിലെ ആദ്യത്തെ സ്നാനം. ആ മന്ത്രവാദിയുടെ മകനായിരുന്നു. ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഭവനത്തിൽ നിന്നും പിന്നെ 4 പേർ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ മന്ത്രവാദിയും അതിന്റെ ആ മന്ത്രവാദമൊക്കെ ഉപേക്ഷിച്ച് പല സമയത്തും ചർച്ചിലൊക്കെ വരുവാൻ ഇടയായി തീർന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രത്യേക ശക്തി തന്നിൽ വരുമ്പോൾ കുരങ്ങനെ പോലെ ആക്ട് ചെയ്യുകയും മരങ്ങളിൽ നിന്ന് മരങ്ങളിലോട്ട് ചാടുകയും അങ്ങനെ അസാമാന്യമായ ആ ഒരു ഇതൊക്കെ പ്രകടിപ്പിക്കുകയും ആ ദേശത്തില് പലരും തന്റെ അടുത്ത് വരികയും ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ തന്റെ മകൻ ചർച്ചിൽ വന്നത് മുഖാന്തരം ആ ഭവനം വിടുവിക്കപ്പെട്ടു. ആ ഭവനത്തിന്റെ സ്ഥിതിഗതികൾ ദൈവം മാറ്റി. ആ ഒരു ദുർമന്ത്രവാദിയുടെ മകൻ പല ബലികളും അവിടെ നടക്കുമായിരുന്നു, പല മൃഗബലികളെയും തന്റെ പിതാവ് ചെയ്യുമായിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് നിന്നും ആ ആദ്യത്തെ സ്നാനം ആ ഒരു ദുർമന്ത്രവാദിയുടെ മകന് കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് കാരണം ആ ഗ്രാമത്തിൽ പിന്നെ ഒത്തിരി പേർ വിശ്വാസത്തിൽ വന്നു, ഒത്തിരി സ്നാനങ്ങൾ അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ
ഇത് ഓരോന്നും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആമേൻ ദൈവം ചെയ്തു. പലപ്പോഴും അത് ഞങ്ങളിലൂടെ തന്നെയല്ല, ഞങ്ങളുടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് കടന്നുപോയി, ഈ സൗഖ്യം കിട്ടിയവർ കടന്നുപോയി ആ ഗ്രാമത്തിൽ അവരിത് പറയുമ്പോൾ അവരുടെ അടുത്ത് മറ്റുള്ളവർ വരികയും അവർ പ്രാർത്ഥിക്കുമ്പോൾ പോലും സൗഖ്യങ്ങൾ ലഭിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അടുത്ത സൺഡേ വന്ന് ടെസ്റ്റ് മണി പറയുമ്പോഴാണ്, ഈ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് സുഖമായി എന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒത്തിരി സൗഖ്യങ്ങൾ, ഒത്തിരി വിടുതലുകൾ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ജനത്തിന് ദൈവം വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ തലമുറകളില്ലാതെ ഭാരപ്പെട്ട, ഒത്തിരി വർഷമായി മക്കളില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾക്ക് ദൈവം തലമുറകളെ കൊടുത്തു. പാരലൈസ് ആയി ബെഡിൽ കിടന്നവര് എഴുന്നേറ്റ് നടന്ന് ചർച്ചിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇതൊക്കെ ഓരോ ഗ്രാമങ്ങളിലും സംഭവിക്കുമ്പോൾ ഓരോ ഗ്രാമങ്ങളിലും സഭയ്ക്ക് ആമേൻ യേശുവിന്റെ നാമത്തിന് ആ ഒരു ദൈവരാജ്യ വളർച്ചയ്ക്ക് അതെല്ലാം ഓരോ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ ഈ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നത് മുഖാന്തരം ഈ 20 പേർക്ക് മാത്രം ഇരിക്കാവുന്ന റൂമില് 40 പേർ ഇരിക്കാൻ തുടങ്ങി. 40 പേർ കഷ്ടിച്ച് ഞെരുങ്ങി ഇരിക്കും. പിന്നെ പുറത്തിരിക്കാൻ തുടങ്ങി. കാരണം 40 പേര് കഷ്ടിച്ചായിരിക്കുന്നത്, നേരെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് കുഞ്ഞുണ്ടായി. അപ്പൊ ഈ കുഞ്ഞുണ്ടായി ഞാൻ 4 മാസം ആയപ്പോഴത്തേക്കും തിരിച്ച് UP-യിൽ വന്നു. ഈ മകൻ കരയുമ്പോഴത്തേക്കും ഇത്രയും ഞെരുങ്ങി ഇരിക്കുവാണല്ലോ. അപ്പൊ ഇവൻ കരയുമ്പോഴത്തേക്കും ഞാൻ ഇവനെയും കൊണ്ട് പുറത്തിറങ്ങും. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും 2 പേർ ആ സ്ഥലത്ത് കയറിയിരിക്കും. പിന്നെയുള്ള ആരാധന മുഴുവൻ ഞാൻ ഇവനെ വെച്ചുകൊണ്ട് പുറത്തിങ്ങനെ ഒത്തിരി ആഴ്ചകൾ അങ്ങനെ നിന്ന് ആരാധിച്ച അനുഭവങ്ങളുണ്ട്. അപ്പോ ഈ ഞങ്ങളുടെ റൂമിന് അടുത്തുള്ള റൂമില് പാനിപ്പൂരി ഉണ്ടാക്കുന്ന സഹോദരന്മാരെ താമസിച്ചിരുന്നത്. അപ്പൊ അവര് ഈ സമയത്തായിരിക്കും പാനിപ്പൂരി ഉണ്ടാക്കുന്നത്, ഈ 8, 9, 10 മണി സമയം. അപ്പോ ഈ എയർ ഹോൾ വഴി അവിടുത്തെ ഈ പുകയെല്ലാം അവര് കോയില വഴിയാണ് അതാ കത്തിക്കുന്നത്. അപ്പൊ ഈ കറുത്ത പുകയെല്ലാം ഈ റൂമിൽ അടിച്ചു കയറും. അപ്പൊ ചില സമയത്ത് ഇരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടും. ചൂട് സമയമാണെങ്കിൽ ഇത്രയും തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥ, പിന്നെ ഈ അസഹനീയമായ പുക. എന്നാലും വിശ്വാസികൾ ആരും പോകാതെ അവരെല്ലാവരും അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുമായിരുന്നു. പിന്നെ പതിയെ ഒന്നാമത്തെ പാട്ട്, രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്ന സമയം, വർഷിപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും പുറത്തുള്ള എല്ലാവരും കൂടെ അകത്ത് കയറും. പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോ ലാസ്റ്റ് ആരാധന വരെ നിന്ന് ആരാധിച്ച ഒത്തിരി ആഴ്ചകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തിലെല്ലാം ഒരു വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ മറ്റൊരു റൂം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആരാധനയ്ക്കെന്ന് പറഞ്ഞത് കൊണ്ട് പല റൂമും ഞങ്ങൾക്ക് ലഭിച്ചില്ല. എന്നിരുന്നാലും ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് ഒരു അടഞ്ഞുകിടന്ന സ്കൂളിന്റെ പുറകുവശം ഷീറ്റിട്ട് തുറസായ ഒരു ഭാഗം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് ഞങ്ങളുടെ ചർച്ചിന്റെ വളർച്ചയുടെ രണ്ടാമത്തെ ഒരു ഘട്ടമായിരുന്നു. കാരണം ഇവിടെയാണെങ്കിൽ കുറച്ചു പേർക്ക് ഇരിക്കാം, കുറച്ചു പേർ പുറത്ത് ചെറിയൊരു നടപ്പാതയും പിന്നെ മതിലുമാണ്. അത് കഴിഞ്ഞാൽ റോഡിന്റെ അപ്പുറത്താണ് ഉടമസ്ഥന്റെ വീട്. അപ്പൊ ഉടമസ്ഥന്റെ മുറ്റത്ത് കുറെ പേര് ഇരിക്കും, ഈ വഴിയിൽ കുറെ പേര് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഭയങ്കര കൂട്ടം അവിടെയായി. ഷിഫ്റ്റ് ആരാധന ഞങ്ങൾ വെച്ചുവെങ്കിലും 10 മണിക്കും 12-നും വെച്ചുവെങ്കിലും ഈ 10 മണിക്ക് വരുന്ന ആളുകള് ആരാധന കഴിഞ്ഞ് പോകത്തില്ല. ഇവര് ഇറങ്ങിപ്പോയാലേ അടുത്ത ആൾക്കാർക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആരാധനകളൊന്നും അവിടെ സക്സസ് ആയില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ആ സമയം ആരാധനയ്ക്ക് ബുദ്ധിമുട്ടി. ആളുകളും ഒത്തിരി കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾ അവിടേക്ക് ഷിഫ്റ്റ് ആവുകയും തക്കവണ്ണം ഇടയായി തീർന്നു. 2017 മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആയി. അപ്പൊ ഞങ്ങൾ ഈ റൂമിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പോലീസ് അവിടെ അന്വേഷണത്തിന് വന്നു, ഇവിടെ മതപരിവർത്തനം നടക്കുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഇല്ലാതിരുന്നത് കാരണം ഉടമസ്ഥനുണ്ടായിരുന്നു. ഉടമസ്ഥനും മകനും കൂടെ ഈ റൂം തുറന്ന് കാണിച്ചു. അപ്പൊ പറഞ്ഞു, ഇത്രയും ചെറിയ റൂമാണ്, 15 പേർക്കോ 20 പേർക്കോ ഇരിക്കുവാൻ കഴിയും, ഇവരിതിൽ എന്താ മതപരിവർത്തനം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഉടമസ്ഥർ അവരെ പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഞങ്ങൾ അന്ന് അവിടെ ഭവനത്തിലും ഇല്ലായിരുന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയ കരുതലുകളാണ്. ആ സമയത്തൊക്കെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് 2017 മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് സ്ഥലം ഇങ്ങനെ സ്കൂളിന്റെ പുറകിലോട്ട് റെന്റിന് ലഭിക്കുകയും അവിടെ ഞങ്ങൾ ആരാധന തുടങ്ങുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. തുടങ്ങി 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം 250-300-ലധികം ആളുകൾ അവിടെ കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം പല ഗ്രാമങ്ങളിൽ നിന്നും പലർക്കും ലഭിച്ച ആ ഒരു അത്ഭുത സൗഖ്യങ്ങളും യേശുവിനെ കുറിച്ചുള്ള ആ ഒരു അറിവും അതെല്ലാം അനേക സാക്ഷ്യങ്ങളും കാരണം ഈ സ്ഥലത്തിലേക്ക് ഒത്തിരി പേർ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ ഗ്രാമത്തിലും വിസിറ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. ഏകദേശം 45 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾക്ക് വിശ്വാസികൾ ഉണ്ടായി. 43 ഗ്രാമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിശ്വാസികളെ ലഭിച്ചു. അവർ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഞങ്ങൾക്ക് അവരെ വിസിറ്റ് ചെയ്യുക,
ഭയങ്കര ബുദ്ധിമുട്ടായി വന്നപ്പോഴത്തേക്കും ഈ വിശ്വാസികളിൽ നിന്ന് തന്നെ താല്പര്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള സഹോദരിമാരെയും സഹോദരന്മാരെയും തെരഞ്ഞെടുക്കുകയും അവരെ സൺഡേ ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ പഠിപ്പിക്കും പോലെ സ്റ്റോറി രൂപത്തിൽ, കഥ രൂപത്തിൽ ഓരോ സംഭവങ്ങളും പഠിപ്പിക്കുകയും അവര് പോയി ആ ആഴ്ച ആ ഗ്രാമങ്ങളിൽ പോയി പറയുകയും അങ്ങനെ പിന്നെ ഗ്രാമത്തിലെ ബ്രാഞ്ച് വർക്കുകൾ അങ്ങനെ വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ കൈകളിൽ കൊണ്ട് നടക്കുന്നതിനേക്കാൾ അപ്പുറം അവരുടെ കൈകളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി. അവർ കൈവയ്ക്കുമ്പോൾ പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ളവർ ദൈവം വിടുതൽ കൊടുത്തു. അവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരല്ല, പല ജോലികൾ ചെയ്യുന്നവര്, വീട്ടമ്മമാര്, കൃഷിക്കാരായിരുന്ന അവരെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. നിൽക്കുവാൻ അവർ തയ്യാറായി, ആ ഒരു സമർപ്പണത്തോടെ പോകുവാൻ അവർ തയ്യാറായി. അവരുടെ കൈകളിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ പിൽക്കാലങ്ങളിൽ നടക്കുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും പല സാക്ഷികളും സൺഡേ വരുമ്പോഴാണ് ഈ സഹോദരൻ വന്നിരുന്നു, പ്രാർത്ഥിച്ചു, വിടുതൽ ലഭിച്ചു. അങ്ങനെ ഇത് മുഖാന്തരം ഒത്തിരി പുതിയ പുതിയ വിശ്വാസികൾ സഭയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഈ 300 എന്ന സംഖ്യ ആ ലോക്ക്ഡൌണിന് മുന്നേ ഉള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും 600-ലോട്ടൊക്കെ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ വലിയൊരു കൂട്ടം ആ ഒരു ദേശത്ത് ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ബ്രാഞ്ച് വർക്കുകളിൽ 80 പേര്, 50 പേര്, 30 പേര്, 20 പേര്, ഇങ്ങനെയുള്ള പല ബ്രാഞ്ച് വർക്ക് കൂട്ടങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടായി. അവരെല്ലാം എല്ലാ സൺഡേയും അവർക്ക് വരുവാൻ കഴിയത്തില്ല. കാരണം പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒത്തിരി ഗ്രാമത്തിൽ നിന്നും നടന്ന് പുറത്ത് വന്നാലേ പലർക്കും വണ്ടി ലഭിക്കത്തുള്ളൂ. പിന്നെ 2-3 വണ്ടി കയറണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഗ്രാമങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് അവരെല്ലാവരും കടന്നു വരികയും സൺഡേ ചർച്ച ആരാധനയ്ക്ക് ഒരു ഭവനത്തിൽ നിന്നും 2 പേരോ ഒരാളോ ഒക്കെ കടന്നു വരുമായിരുന്നു. വിശേഷ പ്രാർത്ഥനകളില് ഉപവാസ പ്രാർത്ഥന, സ്പെഷ്യൽ പ്രാർത്ഥന ഒക്കെ വയ്ക്കുമ്പോൾ ബാക്കി എല്ലാവരും കടന്നു വരികയും ഈ ഗ്രാമങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനത്തെ അവിടുത്തെ കൂട്ടം വരികയും ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഇത്രയും സംഖ്യ വളർന്നപ്പോൾ ഞങ്ങൾക്കും ഭയമായി, പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും സൺഡേ ഞങ്ങൾ വിളിപ്പിക്കാതെ വന്നു. കാരണം വലിയൊരു കൂട്ടമാണ്. അപ്പോ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്രയും കൂട്ടം വരുന്നു, വാഹനങ്ങൾ, ബൈക്കുകൾ, സൈക്കിളൊക്കെ പുറത്ത് വയ്ക്കുന്നു, ആൾക്കാർ ഓട്ടോറിക്ഷ പിടിച്ചു വരുവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ആ ഗ്രാമത്തിൽ ഇരുന്നാൽ മതി, ഇന്ന സഹോദരൻ വരും അല്ലെങ്കിൽ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് അതിനെ സ്പ്ലിറ്റ് ആക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത്രത്തോളം ഒരു വളർച്ച ആ ദേശത്ത് ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ കഴിവോ മിടുക്കോ ഭാഷയുടേതോ ഒന്നുമല്ല, ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിൽക്കുവാൻ തയ്യാറായപ്പോൾ, ഒരാഗ്രഹം, ഒരു സമർപ്പണം ഉണ്ടായപ്പോൾ വലിയൊരു കൂട്ടം യേശുവിനെ അറിയുവാൻ അവർ മുഖാന്തരമായി എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആദ്യ കാലങ്ങളിലൊക്കെ നടന്നു പ്രാർത്ഥിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം പിൽക്കാലത്ത് വിശ്വാസികളെ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആദ്യ കാലത്ത് കർത്താവിന്റെ ദാസൻ അങ്ങോട്ട് ഓട്ടോയിൽ പോയിട്ട് തിരിച്ചു നടന്നു വന്നു. കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് നടന്നു വന്നപ്പോഴത്തേക്കും വെള്ളം ദാഹിച്ചിട്ട് ഒരു ഗ്രാമത്തിൽ വെള്ളം ചോദിച്ചു. അപ്പൊ അവര് ജാതി പേര് ചോദിച്ചപ്പോ പറയാനില്ല. കാരണം നമുക്ക് പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ജാതി പേരും കൂടെ ഉണ്ട്. അപ്പൊ ജാതിയുടെ പേര് പറയാത്തത് കൊണ്ട് വെള്ളം കൊടുത്തില്ല. പക്ഷെ ആ ഗ്രാമത്തിൽ നിന്നും ഉന്നത കുല ജാതിയിലുള്ളവർ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എവിടെയാണോ ജാതി പേര് പറയാതെ വെള്ളം ലഭിക്കാതെ മടങ്ങിപ്പോയത്, ആ ഗ്രാമത്തിൽ നിന്നും ഒത്തിരി പ്രാവശ്യം അവർ വിളിക്കുകയും ഭക്ഷണം തരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ പിൽക്കാലത്ത് ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി. ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവം പ്രവൃത്തി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ സമയത്തേക്കും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളായി. പക്ഷെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ ദിവസവും ഞങ്ങളും പോകും. അതുപോലെ 2-3 സഹോദരന്മാർ പല ഗ്രാമങ്ങളിലായിട്ട് അവരും പോകുമായിരുന്നു. അപ്പൊ രാവിലെ ഞങ്ങൾ പോകും, ഉച്ചവരെ ഒരു ഗ്രാമത്തിൽ പോകും, ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ഗ്രാമത്തിൽ പോകും. ഏകദേശം കോവിഡ് സമയം വരെ ഇങ്ങനെ വലിയ വാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ടൊരു വളർച്ച സഭയ്ക്ക് ഉണ്ടായി. എങ്ങനെ ആശ്ചര്യമെന്ന് പറയാം. ദൈവം വളരെ അത്ഭുതമായി ആ സമയത്ത് സഭയെ വളർത്തി. ഈ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരന്മാരിൽ കൂടെ ഒക്കെ ദൈവം വലിയ വളർച്ച ആ സമയത്ത് നൽകി. അപ്പോഴേക്കും ഞങ്ങള് എണ്ണത്തിൽ വർദ്ധിക്കുവാൻ തുടങ്ങി.
ഇപ്പൊ 2 പാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങളോടൊപ്പം ആ സമയത്ത് വന്നു. കേരളത്തിൽ നിന്നും ഒരു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലിജു ബൈബിൾ കോളേജ് പഠിച്ചിട്ട് കടന്നു വന്നു. യുപിയിൽ തന്നെ മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു കർത്താവിന്റെ ദാസൻ ദൈവത്തെ അറിഞ്ഞത് മുഖാന്തരം അവരെ കുടുംബമായിട്ട് ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ അവർ ഇറക്കി വിട്ടപ്പോഴത്തേക്കും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ലഭിക്കുകയും അങ്ങനെ അവർ ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് വർക്ക് അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 2 കർത്താവിന്റെ ദാസന്മാർ മുഖാന്തരം ഈ മെയിൻ ചർച്ച് പോയിട്ട് 15 കിലോമീറ്റർ മാറി മറ്റൊരു ചർച്ചും അവിടെ നിന്ന് 30 കിലോമീറ്റർ മാറി മറ്റൊരു ചർച്ചും, അങ്ങനെ 3 മെയിൻ ചർച്ചുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഈ 3 മെയിൻ ചർച്ച് പോയിട്ട് ബാക്കി ഒത്തിരി ബ്രാഞ്ച് വർക്കുകൾ ഈ വിശ്വാസികൾ മുഖാന്തരം അവരുടെ നേതൃത്വത്തിൽ പല ഗ്രാമങ്ങളിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതേ സമയം തന്നെ ഞങ്ങള് ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം വേണം, സ്വന്തമായിട്ടൊരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പല വിശ്വാസികളും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫാസ്റ്റിംഗ് എടുത്ത് ഈ വിഷയത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായി ഒത്തിരി നാള് വസ്തു നോക്കി. കാരണം ഗ്രാമത്തിലാവുമ്പോൾ പിന്നെയും വിഷയമാകും. അപ്പൊ ഒറ്റപ്പെട്ട സ്ഥലം വേണം, പിന്നെ എല്ലാ ജാതിക്കാരുടെ വസ്തുവും വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ഇതൊക്കെ ഉള്ളത് കൊണ്ട് പല വസ്തുവും നോക്കിയെങ്കിലും അതൊന്നും ഒത്തു വന്നില്ല. അപ്പൊ ഒരു മുസ്ലിം സഹോദരന്റെ വസ്തു ഞങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വസ്തു വിൽക്കണം, എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് അല്പം കുറഞ്ഞ പൈസയ്ക്ക് വസ്തു തരാം, പക്ഷെ 10 ദിവസത്തിനകം എഴുതണമെന്ന് പറഞ്ഞു, രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മറ്റ് വസ്തുക്കൾ നോക്കിയതിൽ നിന്നും ഏറ്റവും നല്ലതാണ്, ഒറ്റപ്പെട്ട സ്ഥലമാണ്, മുസ്ലിം സഹോദരന്റെ വസ്തുവാണ്, വില കുറച്ച് കുറവാണ്, അപ്പോ ഓക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ ദാസൻ ഓക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് അഡ്വാൻസ് കൊടുക്കുമെന്ന് അറിയത്തില്ല, വിശ്വാസത്താൽ ആണ് കൈ കൊടുത്തത്. അത് കഴിഞ്ഞ് വീട്ടിൽ വിളിക്കുകയും അപ്പൊ അച്ഛന്റെ അമ്മ 1 ലക്ഷം രൂപ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോ ആ ലോൺ എടുത്ത് 1 ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ 10 ദിവസം പറഞ്ഞുവെങ്കിലും 7 ദിവസത്തിനകം ആ വസ്തു എഴുതുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. അതൊരിക്കലും കഴിവോ മിടുക്കോ ഒന്നുമല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ആ 7 ദിവസത്തിനകം ആ 10 സെന്റ് വസ്തു എഴുതുവാനുള്ള ഫുൾ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ പല ദൈവമക്കളാൽ, പല ഞങ്ങളുടെ മാതൃസഭകൾ, സംഘടന, അങ്ങനെ പല ദൈവമക്കളുടെ സഹായത്തോടെ 7 ദിവസത്തിനകം ആ വസ്തു എഴുതുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അത്ഭുതമെന്നല്ലാതെ ഒന്നും ഇല്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ മാത്രമാണ് അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. രജിസ്ട്രേഷന്റെ സമയത്ത് വക്കീലിന് കൊടുക്കുവാൻ കുറച്ച് കരുതിയിരുന്നു. പക്ഷെ ഇത് കോർപ്പറേഷൻ ഏരിയയിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ കരുതിയതിൽ നിന്നും ഇരട്ടി പൈസ അതിലായി. അപ്പൊ വക്കീലിനോട് ഞങ്ങൾക്ക് കടം പറയേണ്ടി വന്നു. കാരണം എല്ലാം തക്ക സമയത്ത് എങ്ങനെ ദൈവം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉടമസ്ഥന് കൊടുക്കാനുള്ള ഫുള്ളും കൊടുത്തിട്ട് വക്കീലിന് ഞങ്ങൾക്ക് കടം പറയേണ്ടി വന്നു. പക്ഷെ അതും 2 ദിവസത്തിനകം കൊടുക്കുവാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഇതെല്ലാം വലിയ അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങൾ ആ ഒരു വലിയൊരു എമൗണ്ട് ആണ്, അത് എവിടെ നിന്ന് വരുമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ വസ്തു വേറെ കൈമറിഞ്ഞു പോയേനെ. പക്ഷെ വിശ്വാസത്താൽ യെസ് പറഞ്ഞു. ആമേൻ. ദൈവം അതെല്ലാം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. അങ്ങനെ ഓരോ സമയത്തിലും ദൈവത്തിന്റെ കരുതലുകൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഡിസംബർ 5-ന് ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കുവാനും 12-ാം തീയതി അത് എഴുതുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്കുമാണ് കോവിഡ് ആകുന്നത്. ഈ വസ്തു വാങ്ങിച്ച ഒരു 3 മാസത്തിനകം കോവിഡ് ആയി. അപ്പോ കോവിഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആരാധനകളെല്ലാം നിർത്തലാക്കേണ്ടി വന്നു. പല സ്ഥലങ്ങളിലുള്ള ഗ്രാമത്തിലെ വർക്കുകള്, വിസിറ്റുകള്, മെയിൻ ചർച്ച് എല്ലാം അടയപ്പെടേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് സൂം മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റോ അതൊന്നും സാധ്യമല്ലായിരുന്നു. കാരണം ഗ്രാമത്തിലെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴൊക്കെ പിന്നെയും ഫോണുകളുണ്ട്, പിന്നെ അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതിന്റെ ഒക്കെ കാരണം കോൺഫറൻസ് കോൾ വഴി ഞങ്ങൾക്ക് ആ സമയത്ത് പ്രയർ ചെയ്യേണ്ടി വന്നു. ഒരു ഫോണിൽ നിന്ന് ഞങ്ങൾ 5 പേരെ കണക്ട് ചെയ്യും, ആ 5 പേര് ഓരോ ഫോണിൽ നിന്ന് 5 പേരെ കണക്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല, ഓരോരുത്തർ കണക്ട് ചെയ്ത് അങ്ങനെ ഒത്തിരി ഒരു നെറ്റ്വർക്ക് പോലെ ആ സമയത്ത് എല്ലാ ദിവസവും പ്രയറുകളും അവർക്ക് ബൈബിൾ സ്റ്റഡിയും ഒക്കെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ കോവിഡ് സമയത്തും ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തി. ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ അമ്മയും പപ്പയും ഒക്കെ തിരിച്ചു പോയപ്പോഴത്തേക്കും ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഇനി എങ്ങനെ സംസാരിക്കും, എനിക്കിനി ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരിക്കലും എനിക്ക് പിന്നീട് അങ്ങനെ ഒരു ഫീല് തോന്നിയില്ല. ഒരു അമ്മയും പപ്പയും നാട്ടിൽ വിട്ടിട്ട് വന്നപ്പോ 2 സഹോദരൻ
സഹോദരങ്ങളെ നാട്ടിൽ വിട്ടിട്ട് വന്നപ്പോ 500-600-ലധികം സഹോദരങ്ങളെയും ഒത്തിരി മാതാപിതാക്കളെയും ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ഈ കോവിഡ് സമയത്തൊക്കെ അവരുടെ വളരെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കാരണം യുപിയിലൊക്കെ കോവിഡ് സമയത്ത് പുറത്ത് ആരെങ്കിലും കണ്ടാൽ പോലീസ് അടിക്കുമായിരുന്നു, ലാത്തി കൊണ്ട് അടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് ഞങ്ങളെ കാണാൻ വെളുപ്പിനോ രാത്രിയോ ഒക്കെ വരികയും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങള് പിന്നെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതെല്ലാമായിട്ട് രാത്രി ഞങ്ങളെ കാണുവാൻ വരുന്നതും ആ ഒരു കരുതലൊക്കെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് പല സമയത്തും ഇടയായി തീർന്നിട്ടുണ്ട്. ഒരിക്കലും ആ നാടും വീടും ഒക്കെ വിട്ടു വന്നുവെങ്കിലും അതൊരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാതെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അപ്പനായി, അമ്മയ്ക്ക് അമ്മയായി, സഹോദരങ്ങൾക്ക് സഹോദരങ്ങളായി ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി ഇന്നേ വരെയും എല്ലാവരും ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ സമയത്തും ദൈവത്തിന്റെ വലിയ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ ലോക്ക്ഡൌൺ ഫസ്റ്റ് ഘട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓപ്പൺ ആകാൻ പറ്റിയ ഒരു സമയമായപ്പോ ആ സമയത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് പിന്നെയും ഗ്രാമങ്ങളിൽ പോകുവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോകത്തില്ലായിരുന്നു, കാരണം കുട്ടികൾക്ക് അപ്പൊ അലവ് അല്ലായിരുന്നു, പ്രായമുള്ളവർക്ക് അലവ് അല്ലായിരുന്നു. അപ്പൊ കർത്താവിന്റെ ദാസൻ ആ സമയത്ത് വിസിറ്റിങ്ങിനൊക്കെ പോയി തുടങ്ങി. ഞങ്ങളോട് കൂടി ആ സമയത്ത് 4 മലയാളി പാസ്റ്റേഴ്സ് വന്നു. അപ്പോ കർത്താവിന്റെ ദാസന് മറ്റു 2 കർത്താവിന്റെ ദാസന്മാരും കൂടി അവർ 3 പേരായിട്ട് ഒരു ഗ്രാമത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ഗ്രാമത്തിലെ ആ ഒരു വീട്ടിന്റെ ഉടമസ്ഥൻ ഒരു ഭവനത്തിൽ ഞങ്ങൾ പോയി. ആ ഉടമസ്ഥൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കോവിഡ് കാരണം തനിക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ ആയിപ്പോയി. അപ്പൊ താൻ ഗൾഫിൽ വെച്ച് ദൈവത്തെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും കോവിഡ് ആയി. താൻ അവിടെ തന്റെ ഭവനക്കാരോടും അടുത്തുള്ളവരോടും സുവിശേഷം പറയുകയും ഒരു 15ഓളം പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. പാസ്റ്റർ, എനിക്ക് പാടാൻ അറിയാം, ബൈബിൾ വായിക്കാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, മറ്റൊന്നും എനിക്ക് അറിയത്തില്ല, പാസ്റ്റർ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവരവിടെ പോയതാണ്. അപ്പൊ 1-2 ആഴ്ച പോയപ്പോഴത്തേക്കും വലിയ കൂട്ടം അവിടെ വരുവാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ഒരു 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും അവിടെ കുറച്ച് മറ്റു പ്രിയപ്പെട്ടവർ വന്ന് വിഷയങ്ങൾ ഉണ്ടാക്കുകയും അവര് പോലീസിനെ വിളിക്കുകയും അങ്ങനെ അച്ഛനെയും ആ വീട്ടിലെ ഉടമസ്ഥനെയും പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ കൂടെയുള്ള 2 മലയാളി പാസ്റ്റർമാരെ പെട്ടെന്ന് ആ ഭവനത്തിനകത്താക്കി, അവരെ സേഫ് ആക്കി. അപ്പോ അന്ന് പകൽ മുഴുവൻ ആ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. എന്നിരുന്നാലും മറ്റ് കേസുകളൊന്നും ചാർജ് ചെയ്യാതെ അന്ന് വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ 70 കിലോമീറ്ററിൽ നിന്നും 100 കിലോമീറ്ററിൽ നിന്നും ആ കർത്താവിന്റെ ദാസന്മാരൊക്കെ ഇങ്ങി വന്നു. അവർ ഒത്തിരി യാത്ര ചെയ്ത് ഇങ്ങി വന്നപ്പോഴത്തേക്കൊക്കെ വൈകിട്ടായി. അത് കഴിഞ്ഞ് രാത്രിയോടെ ഉടമസ്ഥനെയും അച്ഛനെയും വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവകൃപയാൽ മറ്റ് കേസുകളൊന്നും ഫയൽ ചെയ്തില്ല. ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ചു. പക്ഷെ അതിന്റെ അടുത്ത ദിവസം മുതൽ ന്യൂസ് പേപ്പറിലും മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ ഞങ്ങളുടെ ഈ ആരാധനയുടെ ഫോട്ടോ, അച്ഛന്റെ ഫോട്ടോ, ആരാധന നടക്കുന്ന സ്ഥലങ്ങൾ, മെയിൻ ചർച്ച് എവിടെയാണ്, ഗ്രാമത്തിലെ വർക്ക് എവിടെയാണ്, ഇന്ന ദിവസം ഏത് ഗ്രാമത്തിലെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പത്രവാർത്തകളും ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ അവരുടെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ പ്രചരിക്കാനിടയായി തീർന്നു. ഇവരെ എവിടെ കണ്ടാലും അടിക്കണം, എവിടെ കണ്ടാലും പിടിക്കണം. കാരണം അത്രത്തോളം ഒരു വലിയ സംഖ്യ അവിടെ ആ സമയത്തേക്കും ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതികൂലങ്ങളും ആ ഒരു 8 വർഷത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എങ്കിലും ആ സംഭവം ഒരു വലിയൊരു ഷോക്കായിപ്പോയി. അപ്പൊ നമുക്ക് ആ സ്കൂള് വിടേണ്ടതായിട്ട് വന്നു. ഉടമസ്ഥൻ അത് മാറണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ സ്കൂള് ഞങ്ങൾക്ക് വിട്ടു. പിന്നെ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഒരു സ്ഥലമില്ല. ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ ഭയന്നു. പിന്നെ ഈ 4 മലയാളി പാസ്റ്റേഴ്സിനെ അടുത്ത ദിവസം വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും വലിയ ഭയത്തിലായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സും 3 വയസ്സും ഒക്കെ അപ്പൊ അവർക്ക് പ്രായം. അപ്പോ ഞങ്ങള് സന്ധ്യ ആവുന്നതിന് മുന്നേ ഡോർ അടയ്ക്കും, 2 സൈഡും ഡോർ അടച്ചിട്ട് അകത്തിരിക്കും. പിന്നെ പുറത്തു പോകത്തില്ല. 1-2 ആഴ്ച പുറത്തിറങ്ങിയില്ല. വിശ്വാസികൾ തന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഒരു വല്ലാത്ത ഭയപ്പാടിന്റെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഒക്ടോബറിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് നവംബറിൽ ഞങ്ങൾക്ക് ചർച്ച് പണി തുടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കാരണം ആ റൂം ഞങ്ങൾക്ക് ഒഴിയേണ്ടി വന്നു. അപ്പൊ അടുത്ത് ആരാധിക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. കാരണം ഈ വിഷയമായതുകൊണ്ട് ഉടമസ്ഥന് മറ്റു വഴികൾ ഇല്ലാത്തത് കൊണ്ട് സ്കൂൾ ഒഴിയണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോ ഈ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച വസ്തുവിലെ ചർച്ചിന്റെ പണി തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. മറ്റ് സഹോദരന്മാരും വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് ആ നവംബറില് തണുപ്പ് സമയമാണ്, നവംബർ ഡിസംബർ സമയമൊക്കെ. അപ്പൊ പണി തുടങ്ങി. അപ്പൊ പല ദിവസങ്ങളിലും അവിടെ സാധനം ഇറക്കിയിട്ടു. ഒറ്റപ്പെട്ട സ്ഥലത്താണ് വസ്തു വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സാധനം ഇറക്കിയിട്ടിട്ട് ഇവിടെ ആരെങ്കിലും നിന്നില്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ സാധനം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ ദാസനും 1-2 വിശ്വാസികളും അവിടെ തങ്ങുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് ഷട്ടറാണ്.
ഇപ്പൊ എനിക്ക് ഷട്ടർ താക്കാൻ വേണ്ടി എത്തത്തില്ല, പറ്റത്തുമില്ല. അപ്പൊ കർത്താവിന്റെ ദാസൻ പുറത്ത് നിന്ന് ഷട്ടർ പൂട്ടി താക്കോല് പൂട്ടി കൊണ്ടുപോകും. രാവിലെ വന്ന് തുറന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോ കാരണം വിഷയം ഒക്ടോബറിലാണ് ഈ വിഷയം ഉണ്ടായത്. ഒത്തിരി ഭീഷണികളുണ്ട്. നവംബറിലാണ് പണി തുടങ്ങുന്നത്. അപ്പൊ നവംബറിൽ ഞങ്ങളെ 3 പേരെയും അകത്തിട്ട് ഇങ്ങനെ പൂട്ടിയിട്ട് താൻ കടന്നു പോകുമായിരുന്നു. രാവിലെ വന്ന് പിന്നെ തുറന്നു തരും. എന്നാൽ ആ സമയത്തും എല്ലാം ദൈവത്തിന്റെ വലിയ കരുതലുകൾ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ആ നവംബർ, ഡിസംബർ, ജനുവരി സമയമായപ്പോഴത്തേക്ക് മനോഹരമായ ഒരു ഹോളും ഒരു റൂമും ഷീറ്റ് ഇട്ട് അത് ചെയ്തെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ആ ഒരു സ്ഥലത്തെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. ദൈവം ഞങ്ങൾ നടത്തിയ വിധങ്ങൾ. ഒരു ഹിന്ദിയിൽ പേരെന്തുവാന്ന് ചോദിച്ചാൽ മാത്രം പറയാൻ അറിയാവുന്ന ഞങ്ങളെ കൊണ്ട് ദൈവം പ്രസംഗിപ്പിക്കുവാനും അവരുടെ ആ ഭോജ്പുരിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുവാനും അവരോട് തിരിച്ചങ്ങനെ സംസാരിക്കുവാനും ഒത്തിരി പേരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാനും ഒത്തിരി പേരെ ട്രെയിൻ ചെയ്യുവാൻ ഒരു കർത്താവിന്റെ ദാസൻ അവിടെ ഇല്ലെങ്കിൽ പോലും അവരിലൂടെ ആ സഭ ഓടുവാൻ തക്കവണ്ണം അവരെ ട്രെയിൻ ചെയ്തെടുക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഒരിക്കലും ഒരു കഴിവോ മിടുക്കോ ഒന്നുമല്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത കർത്താവ് ബലഹീനരായ ജ്ഞാനമില്ലാത്ത ഞങ്ങളെ ദൈവം അവിടെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്നും ട്രാൻസ്ഫർ കിട്ടുകയും ഞങ്ങൾ ആ സ്ഥലം പാസ്റ്റർ സുനിൽ, ഞങ്ങളുടെ മറ്റൊരു ചർച്ചിന്റെ ബ്രാഞ്ച് ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ സുനിലിനെ കൈമാറുകയും ഞങ്ങൾ ഇപ്പോഴുള്ള സിദ്ധാർത്ഥ നഗർ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു വരുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ആദ്യത്തെ അത്രയും വർഷം ഞങ്ങൾ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു. കഴിഞ്ഞ 4 വർഷം 2021 മുതൽ ഞങ്ങൾ സിദ്ധാർത്ഥ നഗർ ഡിസ്ട്രിക്റ്റിൽ ഉസ്ക ബജാർ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. ഞങ്ങളായിരുന്ന ഗോള സഭയും അവിടെ ഒത്തിരി വർഷം ആരാധനകൾ നന്നായിട്ട് നടന്നുവെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളാൽ സഭ അടഞ്ഞു കിടക്കുന്നു. വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കർത്താവ് ദാസനും കുടുംബവും അവിടെ താമസിക്കുന്നുവെങ്കിലും ആരാധനയ്ക്കുള്ള പെർമിഷൻ അവിടെയും ഇല്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തും ഞങ്ങൾ കടന്നു വന്നു. ഇവിടെ സഭ ഉണ്ടായിരുന്നു, നല്ല മനോഹരമായ ഒരു ആലയമുണ്ട്. പക്ഷെ പാഴ്സനേജ് ഒത്തിരി വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടന്നത് കൊണ്ട് അതിന്റെ ഡോർ എല്ലാം പൊളിഞ്ഞു പോയിരുന്നു. പിന്നെ ജനലൊക്കെ ആരോ ഒക്കെ ഇളക്കി കൊണ്ടുപോയി. ആ ജനലൊന്നും ഇല്ലായിരുന്നു. ആ ഭാഗത്തെല്ലാം ഹോള് മാത്രമായിരുന്നു. ചോരുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് വലിയൊരു പ്രയാസമായിരുന്നു. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒത്തിരി ത്യാഗം സഹിച്ചുമാണ് അവിടെ വസ്തു വാങ്ങിച്ചത്, വീട് വെച്ചത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്തേക്ക് ആ ഒരു ദൈവം നമ്മെ ആ ഒരു നിയോഗിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. പക്ഷെ ആ സമയത്തും സന്തോഷത്തോടെ ഇവിടെ കടന്നു വരുവാനും ഏകദേശം 2 ആഴ്ചയോളം ഡോർ ഇല്ലാതെ ജനലില് ഇതൊന്നും ഇല്ലാതെ കിടക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ മറ്റു മൃഗങ്ങളോ പട്ടിയോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു പലക ചാരി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ആദ്യ വർഷത്തെ മഴയത്തെല്ലാം എല്ലാ വെള്ളവും അകത്ത് വീഴുമായിരുന്നു. വൈപ്പർ വെച്ച് ഇങ്ങനെ ചൂലൊക്കെ വെച്ച് വെള്ളം എല്ലാം കളയുമായിരുന്നു. ഒത്തിരി സാധനങ്ങളൊക്കെ നനയും. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പതുക്കെ അതെല്ലാം റിപ്പയർ ചെയ്യുവാനും ഏറ്റവും മനോഹരമായ ഒരു ഭവനം ആക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോഴത്തേക്കും 3 ദിവസത്തെ ഒരു പവർ കോൺഫറൻസ് ഇവിടെ വെച്ചു. അത് ഈ സഭയ്ക്കും വലിയൊരു ഉണർവിന് കാരണമായി. ആ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഒത്തിരി പേർ അഭിഷേകം പ്രാപിച്ചു. ആ ഫസ്റ്റ് മാസം 6 പേർ ഇവിടെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ ഈ സ്ഥലത്തും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ, തലമുറകളില്ലാത്ത ഒത്തിരി പേർക്ക് ദൈവം ഇവിടെയും തലമുറകളെ കൊടുത്തു. പ്രത്യേകിച്ച് പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെട്ട ഒത്തിരി സഹോദരങ്ങൾക്ക് ദൈവം വിടുതലുകളെ കൊടുത്തു. അത് കാരണം തന്നെ ഒത്തിരി പല ജില്ലകളിൽ നിന്ന് ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ആളുകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നേപ്പാളിന്റെ ബോർഡറാണ്. അപ്പോൾ നേപ്പാളിൽ നിന്നും ആളുകൾ ട്രെയിനിലൊക്കെ ഇവിടെ കടന്നു വരികയും ആരാധനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യുന്നതൊക്കെ അവര് ഒത്തിരി യാത്ര ചെയ്ത് ഒത്തിരി ത്യാഗം സഹിച്ച് കടന്നു വരുന്ന ഒരു കൂട്ടം ജനം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ സ്ഥലത്തും ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും 2021 ആയപ്പോഴത്തേക്കും മതപരിവർത്തന നിരോധന നിയമം എന്നൊരു ബില്ല് പാസ്സായി. അപ്പൊ അത് കാരണം അത് തൊട്ട് ഞങ്ങൾക്ക് ഗ്രാമങ്ങളിൽ പോകുന്നത് ഒത്തിരി ഞങ്ങൾക്ക് അത് കുറഞ്ഞു. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളായി തുടങ്ങി.
അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഗ്രാമങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നപ്പോൾ എവിടെ വേണേലും പോകാം. അങ്ങനെ വലിയ സ്വാതന്ത്ര്യമായിരുന്നു ഞങ്ങൾക്ക്. ദിവസം 2 ഗ്രാമങ്ങളിലൊക്കെ ആരാധന നടത്തും, ഓപ്പൺ ആയിട്ട് നടത്താം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നിയമം കൂടെ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ സമയത്തും കഴിഞ്ഞ 4 വർഷം ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങൾക്ക് അവരെ ട്രെയിൻ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 35 പേരെ AGയുടെ മിഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 1.5 വർഷം പഠിപ്പിക്കുവാനും ഗ്രാജുവേറ്റ് ചെയ്യുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ 35 പേരും പല ഗ്രാമങ്ങളിലായിട്ട് വലിയ പ്രവർത്തനങ്ങളല്ല, പക്ഷെ അവർ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം 8 പേരെ ബദനി ബൈബിൾ കോളേജിൽ അയച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും പുറത്തു പോയി ചെയ്യുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ അവരെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, അവരെ പഠിപ്പിച്ച്, അവരെ സന്നദ്ധരാക്കി അവരെ ഗ്രാമങ്ങളിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവവേല വളർന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഒരു സമയത്ത് ഒരു കണക്കിന് ചിന്തിക്കുവാണെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നും ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഓരോ ദിവസം വരുന്ന ഫോൺ കോളുകളും ഞങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേറ്റ് ഒക്കെ അനുസരിച്ച് അവര് സഹോദരിമാർ തന്നെ അവരെ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ളവർ കടന്നു വരുന്നു, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ തന്നെ വലിയ മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വന്ന ഒരു ഫോൺ കോളില് ഒരു സഹോദരി അവരുടെ ഗ്രാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ അടുത്ത ഭവനത്തിലെ ഒരു സഹോദരി ക്യാൻസർ ആണ്. അവർ 2 ആഴ്ചയായിട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു കേട്ടു. പക്ഷെ അവര് പ്രാർത്ഥന ആവശ്യപ്പെടുകയും പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് ആഹാരം കഴിക്കുവാൻ കഴിയുന്നു, എഴുന്നേറ്റിരിക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതൊന്നും ഒരു പാസ്റ്ററുടെ കൈ കൊണ്ടോ ഒരു ഹല്ലേലൂയ മറ്റാരുടെയും കൈ കൊണ്ടല്ല, ഒരു സാധാരണ വിശ്വാസി അവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾക്ക് വലിയ വലിയ സാക്ഷ്യങ്ങൾ ഈ സമയങ്ങളിൽ വിശ്വാസികളിലൂടെ കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കും അയ്യോ ഞങ്ങൾ ഇത്രയും സമർപ്പണത്തോടെ വന്നു, ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെടുമ്പോഴും പക്ഷെ ഓരോ ദിവസവും അവര് ഞങ്ങളെ വിളിക്കുമ്പോൾ ആമേൻ വളരെ സന്തോഷമുള്ള വാർത്തകൾ. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു, ഞങ്ങൾ ദിവസം 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, 2 പേര് കടന്നു വരുന്നു, വൈകിട്ട് 3 പേർ കടന്നു വരുന്നു എന്നൊക്കെ കേൾക്കുവാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരെല്ലാം വിശ്വാസത്തിൽ പലരും ഉറച്ചു നിൽക്കുന്നു, പലരിലൂടെയും സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. മുമ്പുള്ള ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവെ എല്ലാ ഗ്രാമത്തിലും ഒരു സഭ വേണമേ, എല്ലാ ഗ്രാമത്തിലും ഒരു സഭ വേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോ ഭവനവും ഓരോ സഭയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിചാരിക്കും ഒരു വാതിൽ അടഞ്ഞുവല്ലോ എന്ന്. പക്ഷേ ഇസ്രായേൽ മക്കളെ അവർ എത്രത്തോളം ഞെരുക്കിയോ അത്രത്തോളം ജനം പെരുകി വർദ്ധിച്ചു വന്നു. അതുപോലെ ഒരു മെഗാ ചർച്ച് അടഞ്ഞു, ഒരു വലിയ സഭ അടഞ്ഞുവെങ്കിലും പല സ്ഥലത്തും ചെറിയ ചെറിയ കൂട്ടങ്ങൾ ഇന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയങ്ങളിൽ ഒത്തിരി പാസ്റ്റേഴ്സ് ജയിലിലാണ്, ഒത്തിരി പാസ്റ്റേഴ്സ് ഫാമിലി ആയിട്ട് ജയിലിലാണ്, സഹോദരിമാർ ജയിലിലാണ്, ചില കുഞ്ഞുങ്ങൾ പുറത്താണ്, അമ്മമാർ ജയിലിലാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കും കഴിഞ്ഞ ചില നാളുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുവാൻ ഇടയായി തീർന്നുവെങ്കിലും ദൈവം ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 2024 ഓഗസ്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു അപകടം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസനും ഞാനും ഞങ്ങൾ ഒരുമിച്ച് കിച്ചണിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് 10ഓളം പേര് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ഗ്യാസ് സ്റ്റവ് താഴെ വെച്ചിട്ട് ഇങ്ങനെ ആഹാരം പാചകം ചെയ്യുമായിരുന്നു. അപ്പോ ആ ഗ്യാസിന്റെ ആ ഒരു പൈപ്പ് ഊരിയിട്ട് കർത്താവിന്റെ ദാസന് പൊള്ളലേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഒരു സൈഡില് കർത്താവിന്റെ ദാസൻ ഇരിക്കുന്നു, മറു സൈഡില് മൂത്ത മകനുണ്ട്, ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നു കിച്ചണില്. പക്ഷെ ഈ കുഞ്ഞിനോ എനിക്കോ ഒരു ബുദ്ധിമുട്ടും സംഭവിച്ചില്ല. കർത്താവിന്റെ ദാസന് ഏകദേശം 30% പൊള്ളല് പറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ ആ സമയത്ത് ഏകദേശം 5 മിനിറ്റോളം ഇതിങ്ങനെ തീ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പെട്ടെന്ന് ഇറങ്ങി പുറത്തുപോയി. ഇളയ മോൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ അവനെ എടുത്തുകൊണ്ട് പുറത്തുപോയി. അപ്പുറത്തെ റൂമിലെ മറ്റൊരു കർത്താവിന്റെ ദാസന്റെ വൈഫ് ആക്സിഡന്റ് പറ്റിയത് കൊണ്ട് 1 മാസമായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് പുറത്താക്കി. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുറ്റി ഇനി പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് ആൾക്കാരെല്ലാം പുറത്തു പോകാം, വീട് തെറിച്ചാലും ഞങ്ങളെല്ലാം സേഫ് ആണല്ലോ എന്ന് കരുതി അത്രത്തോളം പേടിച്ചു പോയി. പക്ഷെ അപ്പോഴത്തേക്കും അടുത്തുള്ള സഹോദരന്മാരൊക്കെ വന്ന് അത് ഓഫ് ചെയ്തു. അപ്പോൾ വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ആ ഒരു സമയത്തേക്കും ഈ ഇലക്ട്രിസിറ്റിയുടെ വയറെല്ലാം കത്തിപ്പോയി.
അടുത്ത സഹോദരി വന്ന് ചുമരിൽ തൊട്ടപ്പോഴത്തേക്കും അവർക്കും ഷോക്ക് അടിക്കുവാനൊക്കെ ഇടയായി തീർന്നു. സ്റ്റെബിലൈസർ കത്തിപ്പോയി. അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ ആ സമയത്ത് ഉണ്ടായെങ്കിലും ജീവന് പോറലേൽക്കാതെ ദൈവം സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഒരു അപകടം ഉണ്ടാകാതെ, കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വന്നുവെങ്കിലും ആ ഒരു 30% പൊള്ളല് പറ്റിയെങ്കിലും മൂന്നാമത്തെ ആഴ്ച സഭയിൽ പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണ്ട, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇതിനേക്കാളും കഷ്ടത്തിലാകും എന്ന് പറഞ്ഞിട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മരുന്നെല്ലാം കൊണ്ടുവരികയും ഏകദേശം 2 ആഴ്ചത്തോളം ട്രിപ്പും ഇഞ്ചക്ഷനും എല്ലാം ഭവനത്തിൽ തന്നെ എടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷെ ദൈവം അത്ഭുതമെന്ന് പറയട്ടെ, ചെറിയ ചില പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും ആരുടെയും ജീവൻ, ഞങ്ങൾ 3 പേര് കിച്ചണിലുണ്ടായിരുന്നു, കുഞ്ഞും അടുത്ത് പലകയിട്ട് താഴെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഒരു ആപത്തും വരാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ കരുതൽ വളരെ വലുതാണ്. ഇതുപോലെ പല അപകടങ്ങളിൽ നിന്നും ഒക്കെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. പല സമയത്തും ആമേൻ, എല്ലാത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിന്റെ കരുതൽ അത് വളരെ വലുതാണ്. ഹല്ലേലൂയ. ഈ സമയത്തേക്കും ഒത്തിരി പ്രശ്നങ്ങളും സഭയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും ഒരു ദിവസം ഒരു ആന്റി സഭയിൽ വരികയും നേപ്പാളിൽ നിന്ന് വന്നിട്ട് ഒത്തിരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റർ ഉണ്ട്, ഞങ്ങൾക്ക് നേപ്പാളിൽ ഒരു പാസ്റ്റർ ഇല്ല, ഞങ്ങളെ നടത്തുവാൻ ആരുമില്ല എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരു ദിവസം പറഞ്ഞു. അന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് നാട്ടിൽ നിന്ന് ടീം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീമിൽ നിന്നുള്ള ഒരു സഹോദരനെ ഇത് വളരെയധികം സ്വാധീനിച്ചു. അയ്യോ, വിശ്വാസത്തിലുള്ളവർക്ക് പോലും അവരെ നടത്തുവാൻ ഒരു പാസ്റ്റർ ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയും താൻ തന്നെ തന്നെ സമർപ്പിക്കുകയും നാട്ടിൽ പോയിട്ട് 2 മാസം കഴിഞ്ഞ് താൻ തിരിച്ചു വരികയും തനിക്കും ഹിന്ദി ഒന്നും വലുതായിട്ട് അറിഞ്ഞൂടെങ്കിലും താൻ സമർപ്പിക്കുകയും നേപ്പാളിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ ഉണ്ടാകുവാനും ദൈവം സഹായിച്ചു. ആ സഭയിൽ നിന്ന് അനേക ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നേപ്പാളിന്റെ പല ഭാഗത്തും പോകുവാനും ആമേൻ പലരെയും അയക്കുവാനും ഒക്കെ ഈ സമയങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകളും ആമേൻ ഇങ്ങനെ പല ടീമുകളും വരുവാനും, കാരണം ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയാത്തത് കാരണം ചർച്ചിലുള്ള ആക്ടിവിറ്റീസ് തന്നെ ചെയ്യുകയും ചർച്ചിലോട്ട് ആളുകളെ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2025 ജൂലൈ 19 ഒരു ശനിയാഴ്ച രാത്രി സ്റ്റേഷനിലെ SO വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, റോഡിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോ രാത്രിയായി 9 മണിയൊക്കെ ആയി. അപ്പൊ റോഡിലോട്ട് വരിക എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, സാറേ ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ചർച്ചിലോട്ട് വന്നു. കാരണം ഞങ്ങളുടെ നാടല്ല, പ്രശ്നങ്ങൾ ഒത്തിരിയാണ്. അപ്പൊ രാത്രി എന്തിനാണ് ഇവർ വിളിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട്. പക്ഷെ അവർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അടുത്ത ദിവസം സൺഡേ ആണ്, നിങ്ങൾക്ക് ഇവിടെ ആരാധിക്കാൻ പെർമിഷൻ ഇല്ല, നിയമപരമായി ക്രിസ്ത്യൻസ് അല്ലാത്ത ഒരൊറ്റ വ്യക്തി ഇവിടെ വരാൻ പാടില്ല, നിങ്ങൾക്കെതിരെ ഒത്തിരി കംപ്ലൈന്റ് ഉണ്ട്, പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ശനിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞു ഇവര് വന്നപ്പോഴത്തേക്കും. എങ്കിലും ഉള്ള കോൺട്രാക്റ്റിലൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം വരണ്ട എന്നൊക്കെ ഒരുപാട് പേരെ വിളിച്ചു. പിന്നെ സൺഡേ രാവിലെ ഇരുന്ന് കുറെ പേരെ വിളിച്ചു, നിങ്ങൾ വരണ്ട എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞത് കാരണം റോഡിന്റെ സൈഡിൽ 1-2 പേര് ഇരുത്തിയിട്ട് വരുന്ന വിശ്വാസികളെല്ലാം പറഞ്ഞു വിട്ടു രാവിലെ. കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട, ഇവര് വന്ന് വാണിംഗ് തന്നതല്ലേ എന്ന് വെച്ചിട്ട് ഒത്തിരി പേര് അന്ന് പറഞ്ഞു വിടുവാൻ തക്കവാനും ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ആ 21-ാം തീയതി സൺഡേ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് 23-ാം തീയതി അച്ഛനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭയന്നു. കാരണം ഈ 20, 21, 22 ഒത്തിരി അറസ്റ്റുകൾ നടന്ന സമയമാണ്. ഈ യു പിയിലും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും പല വലിയ ചർച്ചിലെ പാസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ അടുത്ത ഡിസ്ട്രിക്റ്റിലൊക്കെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പാസ്റ്റേഴ്സിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി, കടയിലൊക്കെ ഇരുന്നവരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഈ വാർത്തകളെല്ലാം ഞങ്ങൾ കേൾക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞങ്ങളെടുത്ത് സ്റ്റേഷനിൽ വരണമെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ വല്ലാതെ പേടിച്ചു. ഞങ്ങൾ കരുതി ജയിലിലായിരുന്നു തന്നെ. കാരണം ഉറങ്ങിക്കിടന്നവരെയും വെറുതെ ഭവനത്തിൽ ഇരുന്നവരെയും ഒക്കെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിനകം അവർ ജയിലിലാക്കുക ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ കരുതി, ഞങ്ങൾ ഭയന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് ജയിലിൽ പോകാൻ തന്നെ ആയിരിക്കും. കാരണം സ്റ്റേഷനിൽ വിളിപ്പിച്ചു, എല്ലാവരെയും വന്ന് കൊണ്ടുപോവുക ചെയ്യുന്ന ഇത് നമ്മൾ അങ്ങോട്ട് വിളിപ്പിച്ചു എന്ന് വിചാരിച്ച് ഒത്തിരി ഭയന്നു. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ ഭയന്നു. ഒരു 7-8 വയസ്സൊക്കെ ആണെങ്കിലും ഈ ഞങ്ങൾ ഫോൺ വിളിക്കുന്നതും പലരോടും കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഇവർ കേട്ടിട്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞൊക്കെ തുടങ്ങി. ഞങ്ങൾ വരുമ്പോ പപ്പ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവര് വിഷമം പറയാൻ തുടങ്ങി. അപ്പോ പിന്നെ ഞാനും വിഷമിച്ചു. എങ്കിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ല, ജയിലിലാണെങ്കിൽ ജയിലില് ഞങ്ങൾ എന്തായാലും നമ്മൾ ഇറങ്ങി.
ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. ഞാൻ ജയിലിലാണെങ്കിലും കുഴപ്പമില്ല, നീ ഇന്നതൊക്കെ ചെയ്യണം, കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കണം, നീ നാട്ടിൽ പോകണ്ട, ഇവിടെ നിന്നാൽ മതി, കുഞ്ഞുങ്ങളെ ഇന്നയാള് സ്കൂളിൽ കൊണ്ടുവിടും, ഇന്നയാള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും, ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ആശ്വസിച്ച് പ്രാർത്ഥിച്ച് താൻ കടന്നുപോയി. പക്ഷെ ഞങ്ങൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. എന്നിരുന്നാലും വലിയ സ്ട്രിക്റ്റോടെ പുറത്തുള്ള വിശ്വാസികളെ ഒന്നും വിളിക്കരുതെന്നും ചർച്ചിലെല്ലാം ക്യാമറ വെക്കണമെന്നും ക്യാമറയുടെ ആക്സസും അതിന്റെ പാസ്വേഡും എല്ലാം അവർക്ക് കൈമാറണമെന്നും അവർക്ക് ഏത് സമയം വേണമെങ്കിലും ചർച്ച് നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കണമെന്ന് അവർ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ പറഞ്ഞു, ഒന്നുകിൽ ക്യാമറ വെക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിക്കോളൂ. അപ്പോൾ ഞങ്ങളുടെ മുൻപിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത ദിവസം 5 മണിക്ക് മുന്നേ തന്നെ വെച്ചിട്ട് അതിന്റെ പാസ്വേഡ് എല്ലാം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ മുതൽ ഇന്നേ വരെ ഇങ്ങനെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലൂടെ സഭ കടന്നു പോകുന്നു. നിയമപരമായിട്ട് ക്രിസ്ത്യൻസ് അല്ലാത്ത ആരെയും ഞങ്ങൾക്ക് അലോ ചെയ്യാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങള് ഒരു ഡോറിലെ ക്യാമറ തിരിച്ചൊക്കെ വെച്ചിട്ട് ആൾക്കാരെ കയറ്റി തുടങ്ങി. 10-15 പേര് പുറത്ത് ഗ്രൂപ്പായിട്ട് ഇരുത്തിയിരിക്കും, ഒരു സൈഡിലോട്ട് ക്യാമറ തിരിച്ചു വെച്ചിട്ട് അവര് കയറും. അങ്ങനെ കുറച്ച് നാളൊക്കെ നടന്നു. പക്ഷെ ഈ ആൾക്കാരെ വിളിച്ചു തുടങ്ങുമ്പോഴത്തേക്കും അവർ കൂട്ടമായിട്ട് വരും. ഈ ആഴ്ച വരുന്നവർ അടുത്ത ആഴ്ച വരണ്ട എന്ന് പറഞ്ഞാലും അവര് ആരാധിക്കേണ്ട ആഗ്രഹത്തിൽ, ആ ഒരു ആവേശത്തിൽ അവർ പിന്നെയും വരും. അങ്ങനെ 60 പേര് 70 പേരും ഒക്കെ വരുവാൻ തുടങ്ങി. അപ്പൊ ഈ ഒത്തിരി ദൂരെ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമത്തിന് പുറത്ത് വരെ നടന്നു വരണം, പിന്നെ 2-3 വണ്ടി കയറി വന്നിട്ട് അവരെ പറഞ്ഞു വിടുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പുറത്തിരുത്തുക എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കുറെ നേരമൊക്കെ പുറത്തിരുത്തിയിട്ടൊക്കെ ഞങ്ങൾ അകത്ത് കയറ്റിയിരുത്തും. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സെപ്റ്റംബർ 21-ന് ഞായറാഴ്ച ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ കടന്നു വരികയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള സമയം 10 മണി മുതൽ 12 മണി വരെ എന്നാണ്. പക്ഷെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ 8 മണിക്ക് 9 മണിക്ക് പല സമയം ഷിഫ്റ്റ് ചെയ്ത് ആരാധന നടത്തുകയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സൺഡേയും ഞങ്ങൾ 10:15 ആരാധന അവസാനിപ്പിച്ചു. 10:20 ആയപ്പോഴത്തേക്കും ഒത്തിരി പേരും പോയി കഴിഞ്ഞു. കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കത്തില്ല. ഞങ്ങൾ പറയും, നിങ്ങൾ ഇട ദിവസം വന്നാൽ മതി, എന്ത് വിഷയം ഉണ്ടെങ്കിലും പിന്നെ വന്നാൽ മതി, ഇവിടുന്ന് ഇപ്പൊ പ്രയർ കഴിഞ്ഞ് പൊയ്ക്കോളാൻ പറയും. അപ്പോ അവർ പകുതി പേരും 90% പേരും പോയി കഴിഞ്ഞിരുന്നു. ഏകദേശം 5-6 പേര് മാത്രമേ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തൊക്കെ ആയിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്കും ഒത്തിരി പേര് അവിടെ നിന്ന് തടയാൻ തുടങ്ങി. ഇങ്ങോട്ട് ചർച്ചിലോട്ട് കയറാതെ തടഞ്ഞവരെല്ലാം ഇവര് തള്ളി മാറ്റുകയും ആക്രമിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 1-2 കുഞ്ഞുങ്ങൾക്കും 1-2 വലിയവർക്കും ഒക്കെ പരുക്കൊക്കെ ഏൽക്കുവാനിടയായി തീർന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ അടുത്തൊന്നും അവരെത്താതെ വേണം ഈ വിശ്വാസികൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് മറ്റടിയോ ഉപദ്രവമോ ഒന്നും ലഭിച്ചില്ല. പെട്ടെന്ന് തന്നെ പോലീസൊക്കെ വരികയും അതൊക്കെ അങ്ങ് ശാന്തമാവുകയും ചെയ്തു. ഈ ആക്രമിക്കാൻ വന്നവർ ഒരാൾ വീഡിയോ എടുത്തോണ്ടാ വരുന്നത്. അപ്പൊ ഇവര് വീഡിയോ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ചർച്ചിൽ ആളില്ല, 5-6 പേരേ ഉള്ളൂ. അപ്പോ അതൊക്കെ ദൈവത്തിന്റെ വലിയ കരുതലാ. കാരണം ഒരു 10 മിനിറ്റ് മുന്നേ 80-90 പേര് ഇതിനകത്ത് ആരാധിച്ചവരാ. ഞങ്ങൾക്ക് പോലീസിന്റെ വാണിംഗ് ഉണ്ട്, അവര് നിയമപരമായി ക്രിസ്ത്യൻസ് അല്ലാത്തവരെ കയറ്റാൻ പാടില്ല. എന്നിട്ടും വരുന്നവരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തുക ചെയ്ത്. പക്ഷെ ആ ഒരു 10 മിനിറ്റിന് മുന്നേ അവര് വന്നിരുന്നെങ്കിൽ വിഷയം മാറുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുതൽ ഓരോ സമയവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് പിന്നെ പോലീസ് വന്നപ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള ആരുമില്ല, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരെ ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല, അവര് വരാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലെയും വാർത്തകളും ഇതൊന്നും നല്ലതല്ല. ഒത്തിരി കർത്താവിന്റെ ദാസന്മാർ ഈ സമയങ്ങളിലും ജയിലുകളിലായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവരവരെ ഭവനങ്ങളിൽ ഇരുന്ന് അവർ ആരാധിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അവർ വിസിറ്റ് ചെയ്ത് പോകും എന്നല്ലാതെ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല.
ആമേൻ. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ UP ഈ സമയത്ത് കടന്നു പോകുന്നു. ഒത്തിരി പാസ്റ്റേഴ്സ് ഈ സമയത്തും ജയിലുകളിലാണ്. പക്ഷെ ജയിലുകളിലും ദൈവം അവരെ സൂക്ഷിക്കുന്നു. ദൈവം അവരെ കൊണ്ടുപോകുന്നതിനുള്ള ഉദ്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം അവരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അടുത്തും ഒത്തിരി സഭകൾ അടഞ്ഞു കിടക്കുന്നു. ഒത്തിരി കർത്താവിന്റെ ദാസന്മാർ ഇപ്പോഴും ജയിലുകളിലുള്ളവരുണ്ട്. ഒത്തിരി പേര് കേസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെ UP കടന്നു പോകുന്നു. എങ്കിലും ആമേൻ, വചനം ഇപ്രകാരം പറയുന്നു, മത്തായി 16:18 ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹാലലൂയ. കർത്താവ് തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹാലലൂയ. ആമേൻ. നാം നോക്കുവാണെങ്കിൽ ചർച്ചൊക്കെ അടങ്ങിയേക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഭ അടയുമ്പോഴത്തേക്കും, ഒരു മെയിൻ ചർച്ച് അടയുമ്പോഴത്തേക്കും ഒത്തിരി ഹൗസ് ചർച്ചസ് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഹാലലൂയ. നമ്മൾ പുറത്തുള്ളവരാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ തന്നെ ആളുകള്, ആമേൻ, അവരുടെ അയൽക്കാരിലൂടെ തന്നെ അവർ ഈ ദിവസങ്ങളിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹാലലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതെല്ലാം മാറും. നല്ലൊരു ദിവസം UPക്കും വരും, ഉത്തര ഭാരതത്തിനും വരും. ഒരുമിച്ച് ആരാധിക്കുവാൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹാലലൂയ. ആമേൻ. ഒരുപാട് പേര് എല്ലാ ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫോൺ കോൾ വരും. ആമേൻ, നാളെ വരട്ടെ, നാളെ വരട്ടെ എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആമേൻ, അതിന്റെ നടുവിലും എല്ലാം ദൈവം ഞങ്ങളെ, ആമേൻ, ആമേൻ, ഞങ്ങളെ കരുതുന്നു. ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തുന്നു. ഹാലലൂയ. ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. UP ഓർത്ത് പ്രാർത്ഥിക്കുക, ഉത്തര ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക കർത്താവിന്റെ ദാസന്മാർ ആമേൻ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും മടങ്ങിപ്പോകാതെ ആമേൻ സമർപ്പണത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ഹാലലൂയ. ദൈവം അവരെ ഉപയോഗിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരെയും ഇവിടെ നിലനിർത്തി. പിന്നെയും ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിത അനുഭവം, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ, ഹാലലൂയ, ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ പറയുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ജോയ്സ് TVയോടും പ്രിയ സിസ്റ്ററോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ജെസ്സി. 12ാമത്തെ വയസ്സിലെ ജെസ്സിയുടെ സമർപ്പണം കർത്താവ് കേട്ടു. കർത്താവ് ആ UPയുടെ മണ്ണിൽ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ നേടുവാൻ, നൂറുകണക്കിന് വിശ്വാസികളെ നേടുവാൻ, യേശുവാരെന്നറിയാത്ത ആ ഒരു ദേശത്ത്, ആ ഒരു അനേക ഗ്രാമങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, ജീവിക്കുന്ന ദൈവമാണ് യേശു എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവൻ അത്ഭുതത്തിൻ്റെ മന്ത്രിയാണ്, രോഗികൾക്ക് നല്ലവനാണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ, യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ നിങ്ങളെ കുടുംബമായി കർത്താവ് അവിടെ ഉപയോഗിക്കുന്നതിലോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കർത്താവ് മാറ്റുവാനിടയായിത്തീരും. UPക്ക് കർത്താവ് വലിയൊരു ഉണർവിനെ, UPക്ക് മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ കർത്താവ് വലിയൊരു ഉണർവിനെ കർത്താവ് അയക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി കാലഘട്ടങ്ങളിൽ വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും വിശ്വസ്തയോടുകൂടെ ആ ദേശത്ത് നിലനിൽക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത്രത്തോളം സമയം ഞങ്ങളോട് ആയിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സിസ്റ്ററെ. ജെസ്സി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ, ഞങ്ങൾ നടത്തിയ വഴികൾ, ഹല്ലേലൂയ, ഞങ്ങൾ ഓരോ ദിവസവും അങ്ങ് പുലർത്തിയ വിധങ്ങൾ, കർത്താവെ, അങ്ങയുടെ കരുതലുകളൊക്കെ പറയുവാൻ കർത്താവെ ഈ ജോയ്സ് TVയിലൂടെ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. ഈ ജോയ്സ് TVക്കായി, അതിന്റെ എല്ലാ പ്രവർത്തകർക്കായി സ്തോത്രം കർത്താവ്. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അനേക ആയിരങ്ങൾക്ക്, അനേക ലക്ഷങ്ങൾക്ക് കർത്താവെ ആ ടെസ്റ്റ് മണികൾ, ഓരോ സാക്ഷ്യങ്ങളും ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ഓരോ സാക്ഷ്യങ്ങളും ഓരോ ജീവിതങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. UPയെ കുറിച്ചും നോർത്ത് ഇന്ത്യയെ കുറിച്ചും ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും, ഹല്ലേലൂയ, ആമേൻ, പിന്നെ
ഇനിയും ഒരു വിഷനോടെ മുന്നോട്ട് പോകുവാനും ഒരു കൂട്ടത്തെ അവിടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കർത്താവെ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം കർത്താവ്. അങ്ങ് പിന്നെയും ഉപയോഗിക്കണമേ. അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹത്തിനും പ്രയോജനത്തിനും കാരണമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കും ദയയ്ക്കുമായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ. താങ്ക് യു കർത്താവ് സഹായിക്കട്ടെ.